ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളൊരു പുതിയൊരു പരിപാടി തുടങ്ങാണ്. പുതിയൊരു പരിപാടിയാണ്, ഒരു സെലിബ്രിറ്റികളായിട്ടുള്ളൊരു സംസാരം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് എപ്പിസോഡാണ്. പല ഇങ്ങനൊക്കെ സെലിബ്രിറ്റികളെ കുറിച്ച് വീഡിയോ ഒക്കെ നിങ്ങൾ കാണാറുള്ളൂ. ഓലെ ഫുള്ളായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊന്നും നിങ്ങൾ അറിയില്ലല്ലോ. അപ്പൊ ഇന്ന് നമ്മള് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നുള്ളത് നമ്മളെ ഇൻസ്റ്റഗ്രാം ഫേമസ് താരം സംഗു കഹാനിന്റെ വീട്ടിലാണ് ഇപ്പൊ നമ്മളെത്തിയത്. രാത്രിയായി നമ്മളെത്തിയപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഒരു ഈവനിങ് വൈബാണ് നമ്മൾ കരുതിയത്. ഇവിടെ രാത്രി ആയതുകൊണ്ട് ഒരു നൈറ്റ് വൈബിലേക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പോയി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് കാണാം. അപ്പൊ നമ്മളെ വേദിയിലേക്ക് ആണെങ്കിൽ നമുക്ക് ക്ഷണിക്കാം. അപ്പോ അല്ലേ, വെൽക്കം സംഗു കഹാനി. അതാട്ടോ ആള് നമ്മള് പറഞ്ഞ ആ സെലിബ്രിറ്റി നമ്മളെ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അപ്പൊ ഒരൊട്ടുമാടെ നമ്മളെ പ്രേക്ഷകർക്കും വേണ്ടി പേര് കാര്യങ്ങളൊക്കെ എന്നിട്ട്. എന്റെ പേര് സംഗീത കഹാനി. വീട് വരുന്നത് അരീക്കോടാണ്. എന്താ, ഞാൻ ഹൗസ് വൈഫാണ്. 3 മക്കളും ഹസ്ബൻഡായിട്ട് കുടുംബജീവിതം മുന്നോട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. അന്ന് നമ്മള് നേരെ നിങ്ങളെ തെരഞ്ഞു വന്നു. അതെ, തെരഞ്ഞു വന്നതാണ്. അപ്പൊ ഈ തെരഞ്ഞു വരാൻ ഞങ്ങളൊരു കാരണമുണ്ട്. അതെന്താ വെച്ചാല്, എന്തുകൊണ്ട് തെരഞ്ഞു വന്ന വെച്ചാല് നമ്മൾ ഈ റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഓരോ ദിവസം ഇന്ന് ഇവിടെയാണ് നോമ്പുതുറ, ഇന്ന് അവിടെയാണ് നോമ്പുതുറ. അപ്പൊ വീട്ടിൽ നിന്ന് തരാൻ നോമ്പ് പറഞ്ഞില്ലേ? നമ്മളെ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്ന ചുരുക്കാണ്. 2-3 കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഏറും പോക്കന്നെ. ഫുൾ ടൈം നമ്മൾ കാണുന്നത് അവിടെ നോമ്പുതുറ, അവിടെ നമുക്ക് വിളിച്ചാന്നൊരു ഗ്യാപ്പ് ഇട്ടില്ല കേട്ടോ. കാരണം ഫുൾ ടൈം ആള് പുറത്തിരുന്ന് നോമ്പുതുറായിട്ട്. അപ്പൊ 30 നോമ്പ് നോറ്റു. അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. കാരണുണ്ട്. ഞാന് വളർന്നതൊക്കെ മുസ്ലിം, അതായത് നമ്മളെ അയൽവാസികൾ മൊത്തം മുസ്ലിംസ് ആണ്. അവിടെ എന്റെ വീട് മാത്രമേ അന്നത്തെ കാലത്ത് ഹിന്ദുള്ളൂ. പിന്നെ ചെറിയച്ഛന്റെ വീടും ഞങ്ങൾ 2 വീടുകൾ മാത്രമേ ഹിന്ദുസ് ഉള്ളൂ. അപ്പൊ എന്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഞാൻ മുസ്ലിംസിന്റെ ഒപ്പം വളർന്നും ഒരു പാത്രത്തിൽ തിന്നും കഴിഞ്ഞൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ മുസ്ലിം സമുദായത്തിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ അതൊക്കെ ഒരു ഐക്യാണല്ലോ ഈ മുസ്ലിം കുടുംബത്തിൽ കണ്ട്. ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, മറ്റുള്ളതൊക്കെ അറിയില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നല്ലൊരു ഐക്യാണ് ഈ മുസ്ലിം സമുദായത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ മുസ്ലിം മതത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വളർന്നു വന്ന സാഹചര്യം, എന്റെ ഫ്രണ്ട്സ് അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഉള്ളത് മുസ്ലിം കൂട്ടുകെട്ടാണ്. എന്റെ അസുഖ സംബന്ധമായ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടും ഇത് നല്ലതാണെന്ന് മറ്റുള്ള നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു തരും. കാരണം നമ്മളും കരുതന്നെ നമ്മളിപ്പോ ഈ 11 മാസം നമ്മള് നല്ലോ വെട്ടുവീങ്ങാണ്. അപ്പൊ ഇത് ഈ സമയം 1 മാസം നമ്മള് ഇതാകുമ്പോ നമുക്കൊരു അത്ര അതെ, നമുക്കൊരു സുഖശാലി നോറ്റ് നോക്കിയപ്പോ ഒരു ദിവസം പോലും മിസ്സാക്കി കഴിയുന്നില്ല. അത്രയ്ക്ക് എനർജിയാണ് കിട്ടിയിരുന്നത്. ഓരോ ദിവസത്തിന്റെ ഫ്രണ്ട്സ് പറഞ്ഞാലും നീയത്തോ എന്താണ് സോമഹദീൻ, അതൊക്കെ ഓരോ ഫ്രണ്ടുകളും വിളിച്ചിട്ട് ഞാൻ റീൽസ് കണ്ടിണല്ലോ. മറ്റേ വേറെ ആൾക്കാര് വെച്ചിട്ട് ഒരു റീൽസ് തട്ടൊക്കെ അതില് വെച്ച് അങ്ങനെ ചെയ്യണത്. നോമ്പ് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് സങ്കടം. എന്നും നോമ്പായിണെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം അത്രയ്ക്കൊരു എനർജി ആ ദിവസങ്ങളിൽ. പക്ഷെ ഇങ്ങനെ ഒരുപാട് ആൾക്കാര് നോക്കുന്ന ആൾക്കാര് ഇപ്പൊ നമ്മളെ അയലൊക്കത്തൊക്കെ കേട്ടോ. അതിലൊക്കെ കുറച്ച് നോമ്പ് നോക്കണല്ലോ. കാരണം ഒന്നെങ്കിൽ 2, 3, 4 അങ്ങനെയൊക്കെ നോക്കണല്ലോ. ഒന്നാമത് പിന്നെ ലാസ്റ്റ് നോമ്പൊക്കെ ആയപ്പോ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങള് 30 നോമ്പ് എടുത്തു? 26. പക്ഷെ ഞങ്ങക്ക് 29. ഞാൻ പറഞ്ഞ 30 വിജയാണ്. കാരണം പിന്നെ നമുക്ക് പറ്റാത്തോണ്ടാണ് 26 ഞാൻ ഒതുക്കിയത്. പിന്നെ നമുക്ക് പാടില്ലല്ലോ, ചെയ്യാൻ പാടില്ലാത്ത സമയമായതുകൊണ്ട് ബുദ്ധിമുട്ടായി. എന്നാലും ഞാൻ നോറ്റാലോ എന്ന് വരെ ചിന്തിച്ചു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, ചെയ്യാൻ പാടില്ലെന്ന് മറ്റുള്ളവര് പറഞ്ഞപ്പം പിന്നെ ആ സമയത്ത് പാടില്ല. ഭയങ്കര ടെൻഷനായി പോയപ്പോ. അല്ല പിന്നെ ഇപ്പോഴും നോമ്പാണ്. ഇപ്പൊ നമ്മളൊക്കെ പെരുന്നാള് കഴിഞ്ഞാല്, പിന്നെ ഫസ്റ്റ് നോമ്പ് കഴിഞ്ഞാല് ചെറു പെരുന്നാൾ തന്നെ. എന്നിട്ട് പെരുന്നാൾ ആഘോഷിച്ചോ? പെരുന്നാൾ ആഘോഷിക്കാൻ എന്റെ തറവാട്ടിലന്ന് ഉത്സവമായിരുന്നു. അല്ലെങ്കിൽ എല്ലാ വർഷം നമ്മളെ വീട്ടില് പെരുന്നാൾ ആഘോഷിക്കലുണ്ട്. തേങ്ങാച്ചോറോ നെയ്ച്ചോറോ. ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ എല്ലായിടത്തും നോമ്പ് നോറ്റുന്നു, അവിടെ നോമ്പ് തുറ, അവിടെ നോമ്പ് തുറ. അപ്പൊ ഞാൻ പെരുന്നാൾ എവിടെയെന്ന് ഇങ്ങനെ ഒരു ആകാശം ഉണ്ട് അതിന്റെ അടുത്ത്. നമ്മള് വിളിച്ചിട്ട് കാര്യമില്ല, വരൂല. കാരണം എവിടെയെങ്കിലായിട്ട് ഉണ്ടാകും. പിന്നെ അപ്പൊ അത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതൊരു ആഘോഷമില്ലേ? ആഘോഷമില്ലാത്തത് എന്താ വെച്ചാല്, നമ്മളെ വീട്ടിൽ എന്റെ തറവാട്ടിൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഉത്സവമായിരുന്നു. അതും തർശിക്കും, ഉത്സവത്തിനും പോകാൻ പറ്റിയില്ല. അപ്പോഴും ആൾക്കാർ പറഞ്ഞത് എന്താ അറിയോ, ഇത് പെരുന്നാളും കൊണ്ടാടിയോ, എന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചോ, എന്തുകൊണ്ട് തറവാട്ടിക്ക് വന്നില്ല എന്നുള്ളത്. നമുക്കൊരു ഉത്സവം ആയതുകൊണ്ട് തറവാട്ടിക്ക് പോവാൻ പറ്റാത്തോണ്ടാണ് ഞാൻ പോവാത്തത്. അത് വേറെ കാര്യമുണ്ട്. എന്ത് കാര്യം നമ്മൾ ചെയ്താലും ആൾക്കാർ കുറ്റം പറയാനായിട്ട് ഒരാൾക്കാർ നമ്മൾ മാറ്റി വെച്ചേ. അതിപ്പോ എന്ത് വെച്ചാലും ഒരാൾക്കാർ അതിനുണ്ടാവും, ഒരു കുറ്റം പറയാനായിട്ട് മാത്രം ആൾക്കാര്. അതിന് നല്ലത് ചെയ്താലും അതിനും പറയാനുണ്ടാവും. അത് ഓന് ചെയ്യാൻ പാടില്ലേന്ന് പറയും. ഇപ്പൊ നമ്മള് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ
അത് ഓൻ എന്തിനാ ചെയ്ത് ചോദിച്ചു. പക്ഷെ അവസ്ഥകൾ നമുക്കൊക്കെ അറിവുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചെയ്യാക്കാരോ അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ട്. അത് നമ്മള് മെയിൻ ചെയ്യണ്ട. പക്ഷെ കേട്ടപ്പോ എനിക്ക് സങ്കടമായിട്ട്. പക്ഷെ എന്നെ മനസ്സിലാക്കാതെയാണ് ഇതെന്താ മുസ്ലിം നോമ്പ് നോറ്റ് മുസ്ലിം സമുദായത്തേക്ക് പോയോന്ന് ചോദിച്ചു. ഞാൻ ജാതി മതം നോക്കാത്തൊരു വ്യക്തിയാണ്. എന്റെ ഹസ്ബൻഡ് അങ്ങനെ തന്നെ ജാതി മതം നോക്കാത്ത ഒരാളാണ്. നമ്മളെല്ലാരും മനുഷ്യന്മാരാണ്. അതാണായാലും പെണ്ണായാലും ശരി, നമ്മളെല്ലാരും മനുഷ്യന്മാരാണ്. പക്ഷെ എന്റെ ഒരു സാഹചര്യം കൊണ്ടാണ് എനിക്ക് തറവാട്ടിക്ക് പോവാൻ പറ്റാഞ്ഞത്. നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ വരുന്നാലേ എല്ലാവർക്കും ചോര വരുന്നത്. അപ്പൊ അതാണ് വലിയ കാര്യമില്ല. നാളെ ഞാൻ പെരുന്നാൾ ആഘോഷിച്ച് എവിടെ അറിയാം, നമ്മള് മുസ്ലിബത്താത്തണ്ടല്ലോ നിങ്ങളെ അയൽവാസി ഇബാഹന്നേന്റെ വീട്ടില് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്നേഹ വീട്ടിലത്തെ സാദിഖാന്റെ ഫ്രണ്ടായ അത് പറയണ ഈ ഇബാഹന്നന്റെ വീട്ടിൽ വന്നിട്ട് നമ്മളെ വീട്ടിൽ വന്നില്ല. അപ്പോഴേക്ക് വയറ് ഫുള്ളായി. പക്ഷെ നമ്മളെ വീട്ടിൽ വന്നാ വേറെ ഫുള്ളാവുന്നില്ലേ. നമ്മളായിട്ട് ചെറിയ പരിപാടി നമ്മളെ വീട്ടിൽ വന്നോ എല്ലാ പെരുന്നാൾക്കും ചെറിയ പരിപാടിയൊക്കെ ഉള്ളൂ. കാരണം എന്താ വെച്ചാ അങ്ങോട്ടും എല്ലാവരും എത്തുന്നതിന് മുന്നേ നമ്മളെല്ലായിടത്തേക്ക് എത്തും. അപ്പൊ ഓല് വരുമ്പോഴൊക്കെ നമ്മൾ പുറത്തേക്കരാവും. പിന്നെ എല്ലാവരും എല്ലായിടത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോഴത്തേന് അതെ എല്ലായിടത്തും ഈ വെയിലിന്റെ ചൂടുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ ആകെ ക്ഷീണിച്ച്. പിന്നെ നമ്മളെ ജാസുവിന്റെ വീട്ടിൽ പോയി ഫസ്റ്റ് അവിടെ നോമ്പായിട്ട്. അതാ ഞാൻ ചോദിക്കാൻ പറഞ്ഞേ, ഈ ജാസു നിങ്ങൾ എങ്ങനെ ബന്ധം? ഞാനും ജാസും ബന്ധം ഇങ്ങനെയാണ്. അതൊക്കെ നമ്മളെ കുറെ ആൾക്കാർക്ക് ഇതില് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഞങ്ങള് പിന്നെ എന്താണ് ബന്ധം ഒരുപാട് പല കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞില്ല, അത് പറയാൻ പറ്റൂല. അങ്ങനത്തെ കമന്റ് പിന്നെ വേറെ, അത് കമന്റ് ഇടുന്നോല് ഇടട്ടെ. ജാസുവിനെ ഞാൻ എങ്ങനെ പരിചയം എന്ന് വെച്ചാല് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് ജാസു. എനിക്ക് ഒരുപാട് അസുഖ സംബന്ധമായിട്ട് ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അത് പേരില്ലാത്ത അസുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണിക്കുമ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞാൻ പോയിട്ടുണ്ട്. ഓരോ ഹോസ്പിറ്റലിലും. ഒരു വീട് വെക്കുന്ന പൈസ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വള പെട്ടെന്ന് വിറ്റിട്ട് 2 പവന്റെ വള ആ ഹോസ്പിറ്റലിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. ഇതിലൊക്കെ വേറൊന്നുണ്ട്. ഇതൊന്നും ഇപ്പൊ ഇൻസ്റ്റയില് കാണുമ്പോ ആൾക്കാർ അറിയണില്ല. അത് എല്ലാരും ഓളിങ്ങനെ എന്നും അവിടെ ഇങ്ങനെ നടക്കുക പോവാ. അതന്നെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇന്നും ഉറങ്ങുമ്പോ ഉറങ്ങാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അതാണ് നമ്മള് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കണേ. ഈ പുറത്ത് കാണുന്ന ചിരിയല്ല വേറെ ഉള്ളവർക്ക്. അപ്പൊ ഇവരെ നിങ്ങള് സപ്പോർട്ട് ചെയ്യുമ്പോഴും പിന്നെ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇനി എല്ലാ ആളുകളിലേക്കും എത്തണേ. കാരണം ഇവര് എന്തുകൊണ്ടാണ് ഇതില് വന്നത്, എന്തിനാണെന്നുള്ളതൊക്കെ നമ്മൾ തന്നെ പണ്ട. നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ തുടങ്ങാൻ കാരണം എന്താണോ, ഞാൻ ഇപ്പൊ ഇന്നിട്ട് ഈ ടീഷർട്ട് ഞാൻ 1.5 കൊല്ലായിട്ട് ഇതിങ്ങനെ ചുഴിഞ്ഞിന് എന്താന്നോ, ഞാൻ ഇസ്തിരിമാട ചെയ്തില്ല, ഇത് മടക്കി വെച്ചാണ് 1.5 കൊല്ലായി. ഞാൻ ഇവിടെ ഇല്ലേനി, പുറത്തേനി. ഇപ്പൊ വന്നാരെ ഞാൻ ഇന്നാ ഇടുന്നത്. എന്നിട്ട് ഇട്ടപ്പോ തന്നെ എല്ലാരും ചിരിച്ചു, പെരയുന്നൊക്കെ ഒന്ന് ഇസ്തിരി ചെയ്തൂടെ, ഇത് ഇങ്ങനെ ഇടണം. അതിന്റെ പൂപ്പലിന്റെ മണം പോയില്ല. അതെന്താന്നോ, ഇത് നമ്മളെ അത്രയും ഒരു ഫാനാണ് യൂട്യൂബിലെ കാർത്തിക് സൂര്യാറ്. അപ്പൊ ഓന്റെ ആ വ്ലോഗ് കണ്ടിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതിലൊന്ന് പറയുന്നത് ഡേ ടു ഡ്രീം, ഓന്റെ ഡ്രീം. നമ്മളെ ഡ്രീം ഇപ്പൊ ഒരു പെരയാണ്, പക്ഷെ നമുക്കും ഇതൊരു ഡ്രീമാണ്. അപ്പൊ നമ്മൾ അതിലങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ഇത് ഞാൻ അങ്ങോട്ട് സൗദിക്ക് എത്തിയ ഷർട്ടായി. പിന്നെ ഞാൻ അവിടുന്ന് വന്ന് വീട്ടിൽ വെച്ച് പിന്നെ ഞാൻ വീണ്ടും പോയി 1.5 കൊല്ലം കഴിഞ്ഞാരെ വന്നാരെ ഇന്നാണ് ഞാൻ ഷർട്ട് ഇടുന്നത്. ഇതെനിക്ക് കുറച്ച് ടൈറ്റ് ഒക്കെയാണ്, പക്ഷെ ഇത് ഞാൻ ഇടാൻ കരുതിയ വേറൊരു ദിവസേനി. ഓനെന്തെങ്കിലും ഞാൻ മീറ്റ് ചെയ്യും അന്ന്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. അന്ന് ഇടണമെന്ന് കരുതിയത് ഞാൻ ഇന്നിട്ടതാണ്. അപ്പൊ ഇന്നിടാൻ കാരണം വേറെ ഒന്നുണ്ട്. ഇങ്ങനെ ഒരു സംഗതി ഉള്ളതും ഓന്റെ ഇതിൽ കൂടെയാണ് ഞാൻ പോഡ്കാസ്റ്റ് പറഞ്ഞാണ്ട് കണ്ടാണ്. പക്ഷെ അത് നമ്മള് പോഡ്കാസ്റ്റ് അല്ല, ഇത് നമ്മള് വെറുതെ ചില്ലായിട്ട് ഒരാൾക്കാരെ നമ്മളിങ്ങനെ അറിയിക്കാന്നുള്ള അങ്ങനെ കാഴ്ചപ്പാടില് തുടങ്ങാണ്. അപ്പൊ ഒന്ന് ഫസ്റ്റ് ഇതായപ്പോ അങ്ങനെ ഇട്ട് വന്നാണ്. അങ്ങനെ ഞാനും ജാസോ എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണല്ലേ ഈ ജാസോ. അപ്പൊ ഒരു ദിവസത്തെ പോലെ പയന്ന് എണീക്കാൻ വയ്യാത്ത ഛർദിച്ചേക്ക് വയ്യ. അപ്പൊ ഓളന്ന് കോഴിക്കോടാണ്. ഓളോ എല്ലാ സൺഡേയും വീട്ടിൽ നിന്ന് ഫ്രണ്ടിന്റെ കൂടെ കോഴിക്കോട് പോകും. കാരണം ഓളെ സാഹചര്യങ്ങള് അത്രയ്ക്കും പാവപ്പെട്ട വീട്ടിൽ. കോഴിക്കോട് അവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കാരണം കോഴിക്കോട് കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു പോയിന്റ് ആട്ടോ. കുറെ ആൾക്കാരെ ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞോ, കല്യാണം കഴിഞ്ഞില്ല. ഓളെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജാസു അത്രയും പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയാണ്. ഇപ്പൊ എന്റെ വീടാണെങ്കിൽ പോലും ഇത് ഓളയും കൂടിയും വീടാണ്. അത്രയ്ക്കും സ്വാതന്ത്ര്യമാണ്. നിങ്ങളെ വീടിന്റെ ഇവിടെ തന്നെയാണോ? ഇവിടെ കുറച്ചോട്ട് പോകണം. അപ്പൊ ഓക്ക് ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ ഇവിടെ അത്രയും സ്വാതന്ത്ര്യമാണ്. അപ്പൊ എന്റെ ഒപ്പം ആവുമ്പോൾ ഓളെ ഉമ്മാക്കും ഫാമിലിയിൽ ഒരു കുഴപ്പമില്ല. എന്റെ അടുത്താണെങ്കിൽ ഓൾ സുരക്ഷിതയാണ്. അങ്ങനെയാണ്. അപ്പൊ ഓളന്ന് കോഴിക്കോട് പോകുന്ന സമയത്ത് ഫ്രണ്ടിന്റെ കൂടെ വെറുതെ കോഴിക്കോട് ബീച്ചിലൊക്കെ രസമാണല്ലോ. അങ്ങനെ പോയ സമയത്ത് ഞാൻ ജാസോ വിളിച്ചപ്പോ എന്താ സംഭവിച്ചപ്പോ എനിക്ക് വയ്യ ഡേറ്റ് പിടിക്ക് വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഓള് വന്നു. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് റീൽ എടുത്തു. ആ റീൽ അടിച്ചു കയറി. ഒരു ദിവസം കൊണ്ട് തന്നെ 500 അടിച്ചു. ഞങ്ങളെ രണ്ടാളെയും വീട്ടിൽ നിന്ന് ചീത്താറിന് ഞങ്ങളെ വീഡിയോ ഡിലീറ്റ് ചെയ്തു. വീണ്ടും ഞങ്ങളെ റീൽ തന്നെ കേട്ടോ. അന്നും ചീത്താറിന് എല്ലാരും ഇൻസ്റ്റ അങ്ങനെ എങ്ങനെ തേങ്ങാ പെണ്ണാക്കുന്നൊക്കെ പറഞ്ഞു. അത് വീണ്ടും തന്നെ ഡിലീറ്റ് ചെയ്തു.
അപ്പൊ ഇനിയിപ്പോ ആര് പറഞ്ഞിട്ട് കാര്യം നല്ല രസമുണ്ടല്ലേ, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടല്ലേ, അതല്ലേ ഇതിലെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആൾക്കാർ കാണണ്ടല്ലോ. അതെ ഇതിപ്പോ കാണാൻ 500 ആൾക്കാരുണ്ട്, ചീത്ത തരാൻ ആകെ എത്ര ആളാണ്? 2-3 ആൾക്കാരല്ലേ. അവിടെ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു ഈ റീല് വീണ്ടും ഇട്ടു. അങ്ങനെ കയറി ഇന്നത്തെ 34,000 ഫാമിലിക്ക് ഇൻസ്റ്റയിലായി. ഞാനും ജാസും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ നല്ല കൂട്ടായി. അന്നും ഇത്ര അടുപ്പമില്ല, എന്നാലും ഈ വീഡിയോയിൽ കാണുന്ന അടുപ്പൊന്നും ഞാനും ഓളും തമ്മിൽ ഇല്ല. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടമായത് എന്താ വെച്ചാൽ മിഞ്ഞാന്ന് ഓള് ഇവിടെ വന്നു. മിഞ്ഞാന്ന് രാവിലെ വന്നിട്ട് ജാസ് കുറച്ച് ചകിരി എടുത്തേക്കാണ്ട് വിറകൊന്നും എടുത്തേക്കോ ചേച്ചിന്റെ കയ്യിലൊക്കെ പൊടിയായാലൊക്കെ ഭയങ്കര അലർജിയാണ്. അപ്പൊ ആ സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴും ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ പൈസ വേണമാക്കി വരണമെങ്കിൽ 10 രൂപ വേണമെന്ന് പറയും. ഓരോ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ പണികളൊക്കെ എടുത്ത് കുഴങ്ങിയിരുന്ന എല്ലാ പണികളും ചെയ്തു തന്നേക്ക് ചോറ് തന്നാൽ മതിയായിരുന്നു. വിശക്ക് ഉണ്ടെങ്കിൽ ചോറ് തന്നാൽ സംഭവം പൈസ ഒന്നും വേണ്ട. പക്ഷെ ആ വാക്ക് ഇന്നും എന്റെ ഇവിടെ നെഞ്ഞത്ത് കിടക്കുന്നുണ്ട്. അത്രയ്ക്കും ടെൻഷനായി അവള് പറഞ്ഞപ്പോ. ആളത്രയും പാവാണ്. അന്ന് പോയപ്പോ പോയിന്റ് അവിടെ ഇട്ടോളി, ആളെ നമുക്ക് കാണാം, നമുക്ക് അന്ന് ഞങ്ങൾ ഇതിലെ കഴിച്ചില്ല ആളെ. പക്ഷെ ഓൾ അന്ന് പോയെന്ന് ഞാൻ നേരം വിളിക്കുന്നത് വരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ കരഞ്ഞു പോയി. കാരണം ഞാനും മോളെ കല്യാണം കഴിഞ്ഞിന്റെ വീട്ടിൽ നിന്ന് അമ്മ സൗണ്ട് ഇല്ല, മോളെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് തീരെ വയ്യ. പക്ഷെ അമ്മ ചേച്ചിമാരൊക്കെ പോയ സമയത്ത് ഉണ്ടായ അതേ മനസ്സിൽ 5-6 വർഷമായിട്ട് ഞാൻ 5-6 വർഷം എന്നല്ല 10 വർഷമായിട്ട് ഞാൻ ജാസ് അടുപ്പുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ 10 വർഷത്തിന്റെ ഉള്ളില് ഞാൻ ഏറ്റവും കൂടുതൽ ജാസിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായത് മിഞ്ഞാന്നാണ്. കാരണം ഓള് അന്ന് എന്റെ വീട്ടിൽ പെരുമാറിയതും എന്നോട് പെരുമാറിയതും ഓള് പോയപ്പോ ഉണ്ടായ മാനസികാവസ്ഥ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. ഇന്നും എനിക്ക് വേദനയായിരുന്നു. ഇന്നിപ്പോ നമ്മളെ വീട്ടിൽ വന്നിരുന്നു, രാവിലെ ചായ അടിച്ചു, ചോറ് കഴിച്ചു, ഒക്കെ കഴിച്ച് പോയിട്ട് ഉണ്ടെങ്കിൽ പോലും മിഞ്ഞാനത്തെ പോക്ക് എന്നും എനിക്കൊരു വേദനയായിട്ട് അവളോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ട് നിൽക്കണം. അത് വീട്ടിൽ പണിയെടുത്തോണ്ടോ ഒന്നുമല്ല, പക്ഷെ നമ്മളെ വീട്ടിലത്തെ ഒരാളായിട്ട് എന്റെ കൂടെ ഓള് നിന്നപ്പം എനിക്ക് എന്റെ അമ്മയായിട്ട് തോന്നി, എന്റെ ചേച്ചിയായിട്ട് തോന്നി, എന്റെ ഏട്ടന്മാരായിട്ട് എല്ലാ രീതിയിലും ഓളെ ഞാൻ എന്റെ വീട്ടുകാരെ കണ്ട് കണ്ടു. ഓളെ കൂടെ ഞാൻ കണ്ടപ്പം അത്രയ്ക്കും ടെൻഷനായി, അത്രയ്ക്കും എന്താ പറയാ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ വരാം. പിന്നെ ഇതിപ്പോ അതില് കാണുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഇത് എന്താണെന്നുള്ളൊരു ഇത് കിട്ടണമല്ലോ. അതുപോലെ ഇൻസ്റ്റയില് പോയാൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഞമ്മക്കിപ്പോ നിങ്ങൾക്ക് ഇതിലിങ്ങനെ വീഡിയോയില് കാണുമ്പോ എത്രത്തോളം കിട്ടണ്ടല്ല. അപ്പൊ നിങ്ങൾ പറയുമ്പോ ഞമ്മക്കും അത്രത്തോളം കിട്ടും. കാരണം നമ്മളും ജീവിച്ചെന്ന സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആകുമ്പോ ഞമ്മക്കും അതറിയാം. ഞാനും വലുതായത് ഇങ്ങനെ തന്നെയാണ്. ഒരു പഴം തിന്നാൻ ഞാൻ കൊതിച്ചിരുന്നു. അമ്മ അപ്പുറത്തെ വീട്ടിലേക്ക് പോകുമ്പോ അമ്മ പണി മതിയാക്കി വരുന്നത് കാത്തു നിൽക്കുന്ന ദിവസം എന്റെ വീട്ടിലുണ്ടായിരുന്നു. ഈ ജീരക കഞ്ഞി, ഈ പത്തിരി ഒക്കെ ശാരദേന്ന് വിളിക്കുമ്പോ ഞാൻ ചെറിയ കുട്ടി അങ്ങനെ പാളിയൊക്കെ കൊണ്ടിരിണ്ടല്ലേ പത്തിരി, അമ്മ കൊണ്ടിരിണ്ടല്ലോ പത്തിരിയും കഞ്ഞി നിൽക്കണേ ഒരു കാലഘട്ടത്തിൽ കൂടെ കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഇന്നിപ്പോ അങ്ങനെ ഒരു അല്ല ഇന്ന് ഞമ്മക്കെന്നല്ല, ഇന്നും ഒരുവിധം ഇന്നിപ്പോ 100-ൽ 10% ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതെ, എന്നാലും ജാസ് കടന്നു വരുന്നതും ഇപ്പൊ കടന്നുകൊണ്ട് പോണതും ആ വഴികളിലൂടെ ആകുമ്പോ നമുക്ക് അതുകൊണ്ട് തന്നെ ഓള് ഇവിടെ വന്നാല് ഓള അടുക്കള, ഓള വീട്, ഓള മക്കള്, ഓള ഏട്ടൻ, ഓള ചേച്ചി, ആ രീതി അതിപ്പോ നിങ്ങളങ്ങനെ ചെയ്യുമ്പോ ഓൾക്കൊരു സന്തോഷം. ഇന്നിപ്പോ നമ്മളെ വീട്ടിൽ വന്നപ്പോ പയറുണ്ടായിരുന്നു ഇവിടെ, അത് കൊണ്ടുപോകാൻ മറന്നിട്ട് ഭയങ്കര വേദനയായി. കുറച്ച് പയറെടുത്ത് കൊണ്ടേക്ക് പറഞ്ഞോളൂ. നമ്മള് ഇതില് കാണല്ലോ, ചിലപ്പോ പാത്രം കേൾക്കാൻ പറയാം. നാളെ റീലില് വന്നപ്പോ പിന്നെ ലൈവില് വന്നപ്പോ ഞാൻ കൊറേ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നോക്കിന്ന് പറയാം. അപ്പൊ ഞാനെന്താന്നോ, എനിക്ക് കമന്റ് ഇടുന്നവരണം എനിക്ക് കമന്റ് വായിക്കാനാണ് ഇഷ്ടം. അത് ചില കമന്റുകള് രസകരമായ കമന്റുകളുണ്ട്. പോയി പാത്രം കേൾക്കടി ഉണ്ടക്കണ്ണി പറഞ്ഞ പോലെ എനിക്കതാണ്. അപ്പൊ ഞാൻ പാത്രം കഴിക്കും, ഞാൻ ഇവിടെ വെറുതെ എനിക്കൊരു പണിക്കാനില്ല, അങ്ങനെ പറഞ്ഞ കുറെ ഡയലോഗുകളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ഇന്നിപ്പോക്ക് വന്നാണ്ട് ഒരു ലോഡ് തേങ്ങ ചരക്കി തന്നിട്ടുണ്ട്, ഒരു ലോഡ് മാങ്ങ ഉണ്ടായിരുന്നു ഇവിടെ അത്ര, അത് അരിഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ ചിലപ്പോ അടിച്ചെരി തരും, പാത്രങ്ങൾ കഴിക്കും, എല്ലാം ചെയ്തുതരും. ഇതൊരു കൂടപ്പുറപ്പ് തന്നെയൊക്കെ ഓളെ വിശേഷിപ്പിക്കുക. ഇവിടെ വാണ്ടിനില്ലേ, ഇങ്ങനെ ഓള് വരൂല. എന്നോടുള്ള ഒരു അടുപ്പം ചിലപ്പോ മറ്റുള്ളവരോട് ഓള് കാണിക്കൂല. ഇനിയിപ്പോ ഓള് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാട്ടിലേക്ക് ഓളോട് എന്നും സ്നേഹമുള്ളൂ. അപ്പൊ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴേ ഓലെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ജാസുന്റെ ഫാമിലിയില് സാസുവാണ്, ജാസുവാണ്, ജാസ്മിനാണ്. ജാസുവിന്റെ ഫാമിലിയില് 2 താത്തമാരും ഒരാങ്ങളെയും ഉമ്മയും. അവരൊക്കെ താത്താരൊക്കെ കല്യാണം കഴിഞ്ഞു പോയി. കല്യാണം കഴിഞ്ഞു. ഓളെ ഫാമിലി പറയുന്നത് അവർക്ക് താല്പര്യം ഇല്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് കല്യാണം കഴിഞ്ഞതാണ്, എന്നാലും താത്താരെ ഹസ്ബൻഡ് മരിച്ചതാണ്. ഇനിയിപ്പോ അവിടെ ജാസുവിന്റെ കല്യാണം കല്യാണം ഉണ്ടാക്കണം. ഒക്കെ ഇപ്പൊ വേണ്ടെന്നുള്ളൊരു അഭിപ്രായമാണ്. പിന്നെ അപ്പൊ ഇതില് വയസ്സ് ചോദിക്കാൻ പാടില്ല, നമ്മള് കല്യാണം ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട. ഓളന്നെ സ്വയം കണ്ടെത്തിയിട്ട് ഓളന്നെ തീരുമാനിക്കട്ടെ. അങ്ങനെ അപ്പൊ വാപ്പയും ഉമ്മയൊക്കെ പിന്നെ വാപ്പ ചെറിയ കുട്ടിയായിരുന്നു, മരിച്ചിട്ടുണ്ട്. അപ്പൊ വാപ്പില്ലാത്ത കുട്ടിയാണ്. ഉമ്മക്ക് വയസ്സായിരുന്നു, കണ്ടാലൊക്കെ ഭയങ്കര
ഇതാണ്. ജോലിക്ക് എന്തെങ്കിലും കൊണ്ടുപോലും ജാസു ഒരു കടയിൽ വർക്ക് ചെയ്യണം. അത്ര അങ്ങനെ ഇട്ടാ മതി. അല്ലാതെ പിന്നെ ആള് കൂടും, കടയിൽ കച്ചവടം ഉണ്ടാവില്ല, അവിടെ ആള് കൂടും, അപ്പൊ അത് നടക്കൂല. അപ്പൊ അത് നമുക്ക് പിന്നെ നമ്മളെ വീഡിയോയിൽ കാണുന്ന പോലെ ചിലപ്പോ നേരിൽ കാണുമ്പോ സംസാരിച്ചോളന്നില്ല. ഞാൻ ഉണ്ടാവുമ്പോഴുള്ള സ്വാതന്ത്ര്യം അത് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഇപ്പൊ നമ്മളെ തന്നെ ഇപ്പൊ എന്നോട് കുറെ ആൾക്കാർ വെച്ചിട്ടുണ്ട് എന്റെ വീട്ടില് ഓലെ വീഡിയോ ഒക്കെ കൊടുന്നൂടെ, ഫാമിലിയെ കൊണ്ടുവരുമ്പോ ഒന്നും പാടെ റീച്ച് ആവില്ല. ഞാൻ പറഞ്ഞു നമ്മൾ അതിനെ ഉദ്ദേശിക്കണില്ല, ഓൾക്ക് താല്പര്യം ഉണ്ട് വീഡിയോയില് കയറാന്, അന്ന് നമ്മള് വീഡിയോ ഇടും. ഇനിയിപ്പോ നമ്മള് ആദ്യം ചോദിക്കേണ്ട കാര്യം അവസാനം ചോദിക്കണ പറയരുത്. അപ്പൊ ഇപ്പൊ ഇവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിലോ? നിങ്ങളെ വീട്ടിൽ ആരൊക്കെ? എന്റെ വീട്ടില് ഒരു മോള്, 2 ആൺകുട്ടികള്, ഹസ്ബൻഡ്. മോളെ കല്യാണം കഴിഞ്ഞു, മോള് മദർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം മിംസില്. പിന്നെ കല്യാണം കഴിഞ്ഞു എന്നാ പറഞ്ഞേ. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ ഒരു മകളുള്ള ആളാണ് ഈ ഇൻസ്റ്റ ഇങ്ങനെ കേറി അടിച്ചോണ്ട് പോണ്. നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ വരുന്നുള്ളൂ. പിന്നെ മോൻ ചെന്നൈയിൽ പഠിക്കുന്നത്, ചെറുത് ഇപ്പൊ +2 എക്സാം എഴുതിണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് ഹസ്ബൻഡിന് എന്താ ജോലി? സാധാരണ പണിയാണ്. സാധാരണ പണി. അപ്പൊ ഒരു കുടുംബം ഉഷാറായിട്ട് അങ്ങനെ പോണ്. ഉഷാറായിട്ട് പോകണം. അപ്പൊ എന്നും ഇതിങ്ങനെ ഈ കറങ്ങണത് പ്രൊമോഷനും കാര്യങ്ങളായിട്ട് പ്രൊമോഷനായിട്ടും കറങ്ങും. പിന്നെ ചിലപ്പോ മരുന്നുകൾ വാങ്ങാണ്ടാവും, ചിലപ്പോ ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവും. അതും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ഞാൻ കറങ്ങും. പക്ഷെ ഉണക്കമ്മീൻ വാങ്ങാൻ പോയാലും വീഡിയോ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. അതെങ്ങനെ സംഭവം അറിയാം? ഉണക്കമ്മീൻ വാങ്ങാൻ പോയപ്പോ എന്നിട്ട് വീഡിയോ രാവിലെ അപ്പൊ ആരെ ചോദിക്കണ്ടേ അരീക്കോട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ അരീക്കോടല്ലേ താമസം? മൊത്തം ആൾക്കാർ നമ്മളെ ഫാൻസ് അല്ലേ, സംഭവം ജസ്റ്റ് വിളിച്ചിട്ട് വരില്ലേ. ഇപ്പൊ ഹെൽമെറ്റ് ഇട്ട് ഇറങ്ങേണ്ടി വരും. മീൻ വാങ്ങാൻ പോയപ്പോ വെച്ചാല് ഞാൻ അരീക്കോട് ഉണ്ടാറാണ് ജാസുനെ വിളിച്ചപ്പോ ജാസു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും ഉണക്കമീൻ കൂട്ടിയിട്ട് കുറെ കാലായിരുന്നു. ഞാൻ പറഞ്ഞു ഉണക്കമീൻ വാങ്ങാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തേക്ക് വരാം. പിന്നെ നമ്മള് നോമ്പ്, ഈ നോമ്പുകൾ അറിഞ്ഞിട്ടില്ല, 6 നോമ്പുണ്ട് പെരുന്നാൾ കഴിഞ്ഞാല്. ഇതിന്റെ കൂട്ടത്തിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞിട്ടാണെന്ന് അറിഞ്ഞേക്കാണെങ്കിൽ അല്ല, അത് പിന്നെ നമ്മളെ ഇതിൽപ്പെട്ട ആൾക്കാരും അങ്ങനെ ഇപ്പൊ ഞാനൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. കാരണം നമ്മള് ഇപ്പൊ ഒന്നാമത് ഭയങ്കര ചൂടല്ലേ, നമ്മള് പണിക്ക് പോണോണ്ട് അല്ലെങ്കിൽ എന്നെ പുറത്തം മുട്ടിട്ട് വന്ന് കിടക്കലാണ്. ഇപ്പൊ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മളും ഇല്ല. അങ്ങനെ അധികം ആൾക്കാരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കാം, അതും പാടത്ത് ഇതിന് മുന്നേ എടുത്തിട്ടില്ല? കഴിഞ്ഞ വർഷം എടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാൻ ടീപ്പട്ടി പറഞ്ഞ കടയിൽ വർക്ക് ചെയ്യുന്നോണ്ട് നോമ്പിന് നൈറ്റ് ചെയ്യുന്നു ഡ്യൂട്ടി, അതുകൊണ്ടൊക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ മുന്നത്തെ വർഷമൊക്കെ എടുക്കണം. അന്ന് ഇൻസ്റ്റ എന്നുള്ളൊരു അന്നൊക്കെ പ്രൈവറ്റ് ഇൻസ്റ്റ ആയിരുന്നു, അതുകൊണ്ട് അന്നൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ എത്ര വരെ പഠിച്ചു? ഇതിപ്പോ ഇന്റർവ്യൂ ആയിട്ട് മാറുണ്ടോന്ന് സംശയങ്ങൾ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്നാലും നമ്മക്കെന്താണോ ഈ ആൾക്കാർക്ക് ഞാൻ ചോദിക്കണം എന്താണോ, ഈ ആൾക്കാർക്ക് നമ്മളോട് ഇങ്ങനെ നമ്മളറിയാണ്ടാവല്ലോ, പിന്നെ ഞാൻ എന്താണ് ആകാംക്ഷ ഉണ്ടാവും, ഞമ്മക്കും ഉണ്ടാവല്ലോ. അപ്പൊ ഞമ്മക്കിപ്പോ നടന്നുകാണ്ട് പല പിന്നെ കണ്ടന്റുകൾ കണ്ടെത്താനുള്ള ഒരു ഇതുണ്ട്, എന്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്താ വെച്ചാല് നമ്മളെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങളെ സാഹചര്യം പറഞ്ഞ മാതിരി നമ്മളെ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. നമ്മള് പണിക്ക് പോകണം. എന്നോട് കുറെ ആൾക്കാർ എനിക്ക് എന്താ അതിമന്ന് കിട്ടുന്നത്, ഇന്ന് കിട്ടുന്നത് ഹാപ്പിനെസ്, ഇപ്പൊ കിട്ടുന്ന ഹാപ്പിനെസ്. ഇത് ഇതുണ്ടായ എന്റെ കാരണം എങ്ങനെയാന്നോ, ഞാൻ സൗദി അറേബ്യന്ന് ഇതേമാതിരി ഉറങ്ങുന്ന ടൈമുണ്ട്. നമുക്കൊരു 4 മണി ടു 6 മണി വരെ, അല്ലെങ്കിൽ ഒരു 6:30-7 മണി വരെ ഉറങ്ങുന്ന ടൈമുണ്ട്. ഞങ്ങള് കുറച്ച് പേര് 8-9 ആൾക്കാരുള്ള ഷോപ്പിൽ നിന്ന് ആ സമയം എല്ലാരും ഉറങ്ങാണ്, ഓഫാക്കാരാ ഷോപ്പ്. ഞാൻ ഇറങ്ങി നടക്കും, ഞാൻ എല്ലായിടത്തും ഇറങ്ങി നടക്കും, യൂട്യൂബ് കാണും, അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും വെച്ചാൽ എനിക്ക് പിരാന്താണ് അറിയാം. ഞാൻ പറയും എനിക്ക് പിരാന്താണ്. അതിനോട് പറഞ്ഞു എന്നാ യൂട്യൂബ് കാണല്ലോ, ഇവിടെ സ്ഥലമൊക്കെ എടുത്തു നോക്ക്. ഞാൻ പറഞ്ഞു നമ്മൾ ഇതിനായിട്ട് അവിടെ സൗദി അറേബ്യ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് ജോലിക്ക് പോയിട്ട് നമ്മൾ കറങ്ങാൻ പോയില്ലല്ലോ. അപ്പൊ ആ കിട്ടുന്ന ഗ്യാപ്പില് അപ്പൊ എന്നോട് കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞാണ് യൂട്യൂബ് പിരാന്തരൻ, എല്ലാരും വീഡിയോ കാണും കേട്ടോ, ഞാൻ എല്ലാരും വീഡിയോ കാണും. പക്ഷെ ഇപ്പൊ നിങ്ങളെ വീഡിയോ കാണുകയാണെങ്കിലും ഇപ്പൊ നമ്മള് കുറെ ആയിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യണോണ്ടാണ്, നമ്മൾ കുറെ പിന്നെ ഇഫ്താറിന്റെ മീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യണോണ്ടാണ് നമുക്ക് അറിയാൻ കിട്ടുന്നത്. പക്ഷെ അല്ലാതെ നമുക്ക് നിങ്ങളിന്റെ അടുത്തൂടെ പോകണമെങ്കിൽ എനിക്ക് നിങ്ങളാണെന്ന് അറിയില്ല. പല ആൾക്കാരും പറഞ്ഞിട്ട് അറിയില്ല. ഇപ്പൊ വീഡിയോയിലും ഫോട്ടോയിലും കാണുന്ന മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ തുടങ്ങിയാണ് ഞാനാ ചാനല്. എന്നോട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് കയറ്റി. ഞാൻ ഇന്നും കേൾക്കുന്നുണ്ട്, പട്ടുണ്ടോ 3 കുട്ടികൾ കള്ളയില്ലേ, മരോനിയെ മരോൻ കാണൂലേ, മരോനാണോ എന്നെ കിട്ടിയേ. അപ്പൊ നമ്മളിപ്പോ കുട്ടികളെ കല്യാണം ഞാന് സംഗീതം എന്നുള്ള ഞാനായിട്ട് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം. അതിന്റെ അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് മക്കളുണ്ടാവും, കുടുംബം ഉണ്ടാവും, അത് സ്വാഭാവികം. പക്ഷെ ഒരു ഭാഗത്ത് കുടുംബം, ഒരു ഭാഗത്ത് ഹസ്ബൻഡ്, ഒരു ഭാഗത്ത് മക്കൾ. ഞാനായൊരിടത്ത് എനിക്ക് ജീവിക്കണം. അതുകൊണ്ട് ഓലോട് നമ്മള് പൊയ്ക്കോളിന്ന് പറയണില്ലല്ലോ. കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, മക്കൾക്ക് വേണ്ട ഫുഡുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. മരോ വരുമ്പോ മരോനെ സ്വീകരിക്കുന്നുണ്ട്, ഹസ്ബൻഡ് വരുമ്പോ ഹസ്ബൻഡിനെ സ്വീകരിക്കുന്നുണ്ട്, ഫാമിലി വരുമ്പോ ഫാമിലിനെ സ്വീകരിക്കുന്നുണ്ട്.
ആ കൂട്ടത്തിൽ സമ്പൂർണ്ണ ഒരു വ്യക്തിക്ക് സമ്പൂർണ്ണ ആസ്വദിക്കാനും നമ്മളൊരു സന്തോഷം ആ സമയമാണ് എന്റെ ഇൻസ്റ്റ. അപ്പൊ ഞാനിപ്പോ ഇന്ന് രാവിലെ പണിക്ക് പോയിട്ട് അവിടുന്ന് പണി ഒഴിവാക്കിയിട്ട് വേറെ പണിക്ക് പോയി. കാരണം എനിക്ക് പണിക്ക് പോലെ നിർബന്ധം. അതിനിപ്പോ മറ്റുള്ള വീഡിയോ കണ്ടായിരുന്നാ പിന്നെ എനിക്ക് അവിടെ പണിയെടുത്തോടെ പറയും. അത് അവിടെ ചില സാഹചര്യം കൊണ്ട്, കാരണം ഹോട്ടലില്ലല്ലോ, ഗ്യാസ് ഉണ്ട്. അപ്പൊ അവിടെ അടുത്ത് ഹോട്ടലില്ലാത്തതുകൊണ്ട് അവിടെ നിർത്തിച്ചാണ്ട് ഇനി നാളെ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കാണ്ട് ചെയ്യാൻ. അപ്പൊ വേറെ പണിക്ക് പോയിട്ട് ഞാൻ വരുന്നത് 4 മണിക്കാണ്. 4 മണിക്ക് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചത്. ആദ്യം ഇപ്പൊ ആരെ പിടിക്കുന്നുള്ള കുറെ ആൾക്കാരെ നോക്കിയാല് നിങ്ങൾ തന്നെ ആയിക്കോട്ടെ. കാരണം ഈ 30 മാസം വെറുതെ എടുത്താണ്ട് ഒരാളെ കിട്ടുമ്പോ നമുക്ക് ഫസ്റ്റ് തന്നെ അങ്ങനത്തെ ഒരാളെ നമ്മള് കയറ്റാന്നുള്ള ആ ഒരു ഇതിക്ക് വന്നാണ്. അങ്ങനെ വന്നിട്ട് ഇപ്പൊ ഈ സമയം വരെ അറിയാം. അപ്പൊ ഓന് കിട്ടണോ, നമ്മളെ ക്യാമറമാനെ കിട്ടണോ, ക്യാമറ എടുക്കാൻ ഒരാൾ ഇതിന് വേണോ. അപ്പൊ ഓന്റെ പരിപാടികളുണ്ട്. ഓനോട് ഞാൻ പറഞ്ഞ അയച്ചാ പറ്റില്ല, അങ്ങോട്ട് പോര് പറഞ്ഞാല് എനിക്ക് ഓന്റെ ചെലവെടുത്തണ്ടേ. അതിന് നമ്മളെ ചെലവെടുത്താൻ വേണം, അല്ലെങ്കിൽ നമുക്ക് വരുമാനം വേണം. അപ്പൊ നമ്മള് സമയം കണ്ടെത്തിയല്ലോ. അതാണ് നമ്മളിങ്ങനെ, അതാണ് നമ്മള് അത് നമ്മളിപ്പോ ഇങ്ങനെ ഇപ്പൊ ഞാനിന്ന് നിങ്ങളോട് വരാന്ന് പറഞ്ഞു ഞാനത് മാറ്റി വെച്ചു. ഞാൻ പോരുന്നവർക്ക് ഞാനത് മാറ്റി വെച്ചാ പിന്നെ നമുക്ക് ടെൻഷനൊക്കെ. ഇന്നിപ്പോ നമ്മളെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ടെങ്കിലോ. അപ്പൊ എന്താ വെച്ചാൽ 4 ആൾക്കാര് നമ്മള് ഇങ്ങനെ സെലിബ്രിറ്റികളാണ്. അത് നമ്മള് പലപ്പോഴും പറയും. ഇപ്പൊ ഇത്രയും ആൾക്കാര് കാണുന്ന ആളാണ്, എന്നാലും നമ്മളതായ ഇപ്പൊ എത്ര ഇനിയിപ്പോ ആളാണെന്നുണ്ടെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടാവല്ലോ. അപ്പൊ നമ്മളുടെ കൂടെ നമ്മളെ ആൾക്കാരെ ഓലെ ജീവിതം മൊത്തം ഓല എടുത്തിരുന്നില്ല. അപ്പൊ എന്റെ ജീവിതം മൊത്തം ഞാൻ കൂടെ എടുത്തിരുന്നില്ല. എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു പേരത്തൊക്കെ ഇടുമ്പോ പിന്നെ ഇജെന്തിനാ അതൊക്കെ ഇടുന്നത്. നമ്മളിത് കണ്ടെത്താനല്ലേ. ഇനി ഇതിനൊക്കെ വേറെ ഒന്നുണ്ട്. ഇന്ന് നമ്മൾ കുറെ കഴിഞ്ഞതൊക്കെ നോക്കുമ്പോഴേ അത് വേറെ രസമാണ്. അത് ചിലർക്ക് പറഞ്ഞറിയില്ലേ. 12 മണിക്ക് ഉണർന്നാൽ പോലും ഞാൻ നോക്കി ഏറ്റവും കൂടുതൽ നോക്കുന്ന കമന്റുകൾ. അഥവാ നമ്മളെ ഫാമിലിയിൽ ഇഷ്ടപ്പെടുന്നോലും ഇഷ്ടപ്പെടാത്തോലും നമ്മളെ ഫാമിലിയിൽ ഉണ്ടാവും. അപ്പൊ ഈ തമാശക്ക് ആ ഒരു കമന്റ് ഇടുണ്ടാവും. പക്ഷെ അത് മോശം കമന്റ് ഉണ്ടാവും. അതിനായിട്ടുണ്ടോ. ഇപ്പൊ ഇതിലെല്ലാം ഞാൻ കണ്ടല്ലോ, എന്താ സ്പൈഡർമാനോ, അതൊക്കെ ഫേക്ക് അക്കൗണ്ട് എന്തോ ഒരു ഇട്ടാണ്. കാരണം അത് പിന്നെ നിങ്ങൾ അതിന് റിയാക്ട് ചെയ്തതാണ്. പക്ഷെ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട്. അത് പക്ഷെ അങ്ങനത്തെ ഒരു മാണം, എന്നാലും നമ്മള് മുന്നോട്ട് നമ്മള് ചീത്ത പറയുന്നത് കുറെ ആൾക്കാർ പറയണം ഞാനും ജാസും വില്ലത്തിയാണ്. ഒരിക്കലും അല്ല കേട്ടോ. ഞങ്ങള് മനസ്സിലാക്കണേ, ഞങ്ങൾ അറിയുന്ന ആൾക്കാര് ഒരിക്കലും അല്ല. ഞാൻ അങ്ങനെ നോട്ടെ, വില്ലത്തിയാണെന്ന് പറഞ്ഞ ആൾക്കാര് വില്ലത്തിയായിട്ട് നോട്ടെ. കാരണം വില്ലത്തിന്റെ ക്യാരക്ടർ കുറെ വരും. എത്രങ്ങാനും ഷോർട്ട് ഫിലിം അഭിനയിച്ചിന്, ഇനി എത്ര വരാണ്ട്. അതിൽ ഈ പാവമാളെ വിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതൊരു ഞാനൊരു പെടല് വെട്ടതേനു അത്. പിന്നെ ഞാനും പെട്ടതാണ് അത്. പെട്ടത് അത് ഇറങ്ങാണ്ട് ഏപ്രിൽ 10-ാം തീയതി. അതാ പറഞ്ഞത്. അന്ന് ഞാൻ ഇവിടുന്ന് പോവേണ്ടി വരും. ഡേറ്റ് ആയി തുടങ്ങി. അത് കാരണം നമ്മളോട് ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നതാണ് സംഗതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, നമുക്ക് താല്പര്യം. അതൊന്നും ഇല്ലാതെ എന്നോട് എന്താ പറഞ്ഞോ, ഇതാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് എനിക്ക് കാർ ഓട്ടാൻ അറിയിച്ചു. ആ കാറ് ഞാൻ ഓട്ടെ, ഞാൻ ട്രിപ്പ് പോയ മനസ്സിലാ, ഞാൻ ഓട്ടോറിക്ഷ കൊണ്ടുവന്ന അല്ലേ, ഓല കൊണ്ടുവന്നല്ലേ. എന്നാ ആ വണ്ടി എടുത്തപ്പോ 4-5 ആളാണ് കേറി. ഞാൻ പത്താ വണ്ടി എടുക്കാൻ. അപ്പൊ പെണ്ണാണാൻ പോണ വീഡിയോ വരികയാണെങ്കിൽ എടുക്കാം. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ പോന്നിട്ടോ, ഞാൻ മുങ്ങി. ഞാൻ എപ്പോഴോ മുങ്ങിയ. അതല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഫാമിലിയിൽ സപ്പോർട്ടാണോ വീഡിയോ ചെയ്യുന്നതിന്? എന്റെ ഫാമിലി സപ്പോർട്ടാ ചെയ്ത. പക്ഷെ അവർക്ക് എന്താ വെച്ചാൽ സപ്പോർട്ടല്ല. അങ്ങനല്ല, ഇത് ചെയ്യണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, എന്നാ ചെയ്തോന്ന് പറയണില്ല. പക്ഷെ ഓൾക്ക് നമ്മള് ചെയ്യണില്ല കുഴപ്പമൊന്നുമില്ല. ഓല് നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാ അതിലിവിടരുത്. നമ്മളെ വീട്ടിൽ എങ്ങനെയാന്ന് ചോദിച്ചാല് വീട്ടില് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മോക്കായാലും മക്കൾക്കായാലും ഫാമിലിയിലായാലും നോക്കിയാ എന്റെ പെങ്ങൾ ഇങ്ങനെ, നോക്കിയാ എന്റെ ആങ്ങൾ അങ്ങനെ, നോക്കിയാ എന്റെ വൈഫ് ഇങ്ങനെ, നോക്കിയാ എന്റെ അമ്മ ഇങ്ങനെയെന്ന് പറയുമ്പം ഉണ്ടാവുന്ന മാനസികാവസ്ഥ ഏതൊരു മക്കൾക്കോ അല്ലെങ്കിൽ ഏതൊരു ഫാമിലിയിലും ബുദ്ധിമുട്ടാവും. അപ്പൊ ഓരെന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? എന്റെ ഫാമിലിയിൽ എല്ലാവരും ഇൻസ്റ്റ ഉണ്ട്. ഇൻസ്റ്റ ഇല്ലാത്തവർക്ക് ഞാൻ ഓൾറെഡി സ്റ്റാറ്റസിലുണ്ട്. ഞാൻ തന്നെ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ട്. എന്റെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ എന്റെ ഉപ്പാക്ക് യൂട്യൂബ്. പക്ഷെ അത് എന്റെ മക്കളൊക്കെ സൈലന്റ് ആയ മക്കളാണ് 3 ആളും. പക്ഷെ അപ്പൊ ഓർക്കും എന്റെ ഫാമിലിയിലൊക്കെ എന്ന് പറഞ്ഞാല് ഇതൊക്കെ അയച്ചു കൊടുക്കുമ്പോ ഉണ്ടാവണ. പിന്നെ ഞാൻ നോക്കിയെടുത്തോളം നിങ്ങളെ ഇൻസ്റ്റ നമ്മള് കണ്ടെടുത്തോളം ആരും വെറുപ്പിക്കല്ലോ. ആരും വെറുപ്പിക്കാണല്ലോ. ആരെങ്കിലും ഇത്തരം മോശമായിട്ട് ചെയ്യാ അങ്ങനൊന്നല്ലോ. അങ്ങനെ എത്രങ്ങാനും ആൾക്കാരുണ്ട്, എന്നിട്ട് പോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മളെ ഫാമിലിയിൽ നല്ല സപ്പോർട്ടാണ്. പക്ഷെ ഇങ്ങനത്തെ വർത്താനങ്ങൾ പോകുമ്പോ മക്കൾക്ക് കേൾക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്. എന്റെ ഫാമിലിയിൽ അത് ഞാൻ കണ്ടെടുത്തോളം തന്നോ, നമ്മള് സാധാരണക്കാരാണ്.
നമ്മക്ക് ഇങ്ങനത്തെ ഇതൊക്കെ വരുമ്പോ നമ്മക്ക് വേണ്ട ടെൻഷൻ ആവും. എനിക്ക് ഭയങ്കര ടെൻഷൻ വരുമ്പോ പക്ഷെ എനിക്ക് കമന്റ് തന്നെ ഉണ്ടാവില്ല. എനിക്ക് ടെൻഷൻ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ട്. എന്റെ അസുഖത്തിനെ ബാധിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ആവും. പിന്നെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ഞാനായിട്ട് ജീവിക്കട്ടെ, മറ്റുള്ളവരായിട്ട് ജീവിക്കട്ടെ, നമ്മളെ സ്വകാര്യതയിൽ എന്തിനു വെറുതെ ഇതാക്കണം. ഇപ്പൊ എന്നോട് പറയാനുള്ളത് എന്റെ മരോനൊന്നും പറയില്ലടി, എന്റെ മരോനൊന്നും പറയില്ല. പക്ഷെ അതെന്തിനാണ്, എന്റെ മരോന് കെട്ടിച്ചു കൊടുത്തത് എന്റെ മോളെയാണ്. നമ്മളെ വീട്ടില് നമ്മളെ സന്തോഷം, എന്റെ മരോന് ആഗ്രഹിക്കും എന്റെ സന്തോഷം ആവാം. അതിന് പോലും എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി മരുവന്റെ ഫാമിലി അല്ലെങ്കിൽ വേറുള്ള ഫാമിലി അതൊക്കെ ഓൽക്കൊക്കെ അറിയാം ഞാൻ ആസ് എ ഇൻഫ്ലുവൻസർ ആണെന്നുള്ളത്. ഇത് വെറുതെ കിട്ടിയതല്ലക്കി. ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ എന്റെ ഉറക്കൊഴിച്ച്, എന്റെ സമയം കളഞ്ഞ്, എന്റെ എല്ലാം എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമില് ഞാൻ കണ്ടിന്യൂ ചെയ്തു. എന്റെ ഐഫോൺ പ്രോ എടുത്തല്ലേ, ഐഫോൺ 17 Pro Max ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ കഷ്ടപ്പാടിന്റെ എന്റെ സ്വപ്നങ്ങൾ മാഷാഅല്ലാഹ് ഇന്ന് വരെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചത് മൊത്തം ഞാൻ നേടി. നമുക്ക് ചോദിച്ചപ്പോ എത്ര വരുമാനം ഉണ്ടല്ലേ? വരുമാനത്തിലുപരി ഞാൻ ഇതിന് ക്യാപ്ഷൻ ഇടും, സംഘുവിന്റെ വരുമാനം. ഐഫോൺ വാങ്ങി ആയിക്കോട്ടെ. ഐഫോൺ വാങ്ങിയില്ല, സംഘുവിന്റെ വരുമാനം കണ്ടാൽ നിങ്ങൾ ആൾക്കാരും കണ്ടു മറഞ്ഞു. അപ്പൊ എന്നും പരിപാടി ഉണ്ട്. ഇപ്പൊ ഏറും പ്രോഗ്രാം ഉണ്ട്. 29-ാം തീയതി കോഴിക്കോടുണ്ട്. പിന്നെ ഇനിയിപ്പോ അതിലിടയ്ക്ക് ജിമ്മിന്റെ പ്രൊമോഷൻ ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ പോവാൻ നിൽക്കുന്നു, വൈകുന്നേരം പോവാൻ നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ വന്നോണ്ട് ഇപ്പൊ രാത്രിക്ക് മാറ്റിതാണ്. റോഡ്സിന്റെ പ്രൊമോഷൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് പ്രൊമോഷൻ വരാനുണ്ട്. ഒരുപാട് സന്തോഷാണ്. ഒരു പക്ഷെ ഞാൻ വീട്ടിൽ ഒതുങ്ങി കൂടി ഒരു പെണ്ണാണെങ്കിൽ 4 ആള് നടന്നു പോകുമ്പോ ആ കൂട്ടത്തിൽ ഞാനും നടന്നു പോകും. ഇന്ന് 4 ആളുടെ കൂടെ നടന്നു പോകുമ്പോ സംഘോ ആ വിളി കേൾക്കുമ്പോ ചേട്ടാ ഒരു എന്താ പറയാ, ഒരു പ്രത്യേക വൈബാണ്. അപ്പൊ ഞാനും ജാസ്മിൻ വരുമ്പോ സംഘു ചേച്ചിയെ അല്ലെങ്കിൽ ജസ്താത്ത ആ വിളി കേൾക്കുമ്പോ ഞങ്ങൾക്ക് ഉണ്ടാവണ സന്തോഷം ആസ് എ ഇൻഫ്ലുവൻസർ ഒരുപാട്. ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടല്ലേ കാര്യങ്ങള്? ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ്. അപ്പൊ ഇനി ഇത് കണ്ടാണ്ട് കൊറേ ഇന്റർവ്യൂ ഒക്കെ കിട്ടും. പിന്നെ അങ്ങനെ ഇന്റർവ്യൂകാരുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങള് ഞങ്ങൾ പറയണുള്ളൂ. നമ്മള് ഇങ്ങനെ ഒരു ചുറ്റുപാട് കാര്യങ്ങള് ബാക്കിയുള്ള ഇന്റർവ്യൂ വിളിച്ചിട്ട് ഇന്റർവ്യൂല് വരാൻ ഞങ്ങൾ അവസരം തരാം. അപ്പൊ എന്താ പറയുക, മറ്റുള്ളവർ സന്തോഷിക്കട്ടെ, അതില് കുറ്റപ്പെടുത്താതെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അത്രയ്ക്ക് പറയാനുള്ളത്. അതിൽ കുറ്റപ്പെടുത്തുന്ന പോലെ ഒന്നും അങ്ങനെ തന്നെ അതുപോലെ സന്തോഷമാണ്. സമാധാനിക്കണേ. അതാണ് നമ്മളങ്ങനെ ഒരു അനുഭവം ഉണ്ട്. എന്താ അറിയോ, ഞാൻ യൂട്യൂബ് തുടങ്ങിയ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞു കേട്ടോ. പിറ്റേന്ന് ഞാൻ പറഞ്ഞ കുറ്റം പറഞ്ഞ ആൾ യൂട്യൂബ് തുടങ്ങി. ആൾക്കാർ പറയും, ഓ ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയില്ലേ, എനിക്ക് വരുമാനം അത്ര. ഇപ്പൊ അതാ നമ്മളിതാ ഇങ്ങനെ തന്നെ വരുള്ളൂ, മാറ്റി ഒരുങ്ങി. അത് നമ്മക്ക് ഇത് നമ്മളെ സന്തോഷല്ലേ. വരുമാനത്തിലുപരി നമുക്ക് ഒരു ഹാപ്പിനെസ് ആണ്. അതാണ്. ഇപ്പൊ നമ്മളെടുത്ത് 10 പൈസ ഇല്ലായിരുന്നാണ് നമ്മളിപ്പോ അതേമാതിരി നടക്കണമെന്നില്ലല്ലോ. നമ്മളെ ഇഷ്ടത്തിന് നടക്കുക. ഞാൻ പറഞ്ഞു, ഞാനായിട്ട് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം. സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ജീവിക്കാൻ ഒരിക്കലും എനിക്ക് താല്പര്യമില്ല. ഈ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഒന്ന് കാണണം. ഒരു ഫേക്ക്, അതായത് യൂട്യൂബ് തുടങ്ങി കുറ്റം പറഞ്ഞ പിറ്റേന്ന് യൂട്യൂബർ തുടങ്ങിയ വീഡിയോ 10 അപ്ലോഡ് ചെയ്ത് അതുപോലെ മുന്നോട്ട് കയറി പോയത് ഒരു സന്തോഷിക്കട്ടെ, നമുക്ക് പരാതിയില്ല. പറഞ്ഞ പിറ്റേന്ന് യൂട്യൂബ് തുടങ്ങി ഞാൻ പഠിപ്പിച്ചു കൊടുത്തു ഇങ്ങനെയാണ് യൂട്യൂബ്. അപ്പൊ ഒരു പരാതിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ ചെയ്യാൻ കഴിയാഞ്ഞിട്ടുള്ള കുത്തിത്തിരിപ്പാണ് അല്ലേ. അറിഞ്ഞാലും എല്ലാരും ചെയ്യും. എല്ലാവർക്കും ഇപ്പൊ എന്താണോ, ഇപ്പൊ എനിക്കൊക്കെ ഭയങ്കര മടിയാണ്. ഞാനൊക്കെ ആൾക്കാരുടെ അടിക്ക് അങ്ങനെ ഇറങ്ങുന്ന എന്റെ കാര്യം പറയണെങ്കിൽ ഭയങ്കര മടി. ഇതൊക്കെ ഞാനിങ്ങനെ കുറച്ച് ഇപ്പൊ നമ്മള് യൂട്യൂബ് അടങ്ങിയാൽ തന്നെ എല്ലാരും പറയാം നമ്മള് വീഡിയോ എടുത്ത് പോവുള്ളൂ, എന്നിട്ട് പാട്ടൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെയൊക്കെ ചെയ്തിടും. അപ്പൊ ആൾക്കാരറിയാം ഈ സംസാരിക്കണം, ഇപ്പൊ യൂട്യൂബിൽ തന്നെ സംസാരിക്കണം, എന്നാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാ നമുക്ക് മടി ഈ ആൾക്കാർ പക്ഷെ ഉണ്ടല്ലോ ഇപ്പം കൊറേ കുറഞ്ഞു. പക്ഷെ ഇപ്പൊ നോക്കിയാണ് ഓൾറെഡി ഞാൻ ടീച്ചർ ചെയ്യുന്നു, അതുകൊണ്ട് നമുക്ക് ആ മടിയില്ല. പക്ഷെ എന്നാലും 10ാം ക്ലാസ്സിലെ പഠിച്ചാണ് ടീച്ചർ. ഞാൻ മോണ്ടിസോറി എടുത്തിട്ട് ടീച്ചർ ആയത്, 5 വർഷം വർക്ക് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് അപ്പോഴും നമുക്ക് ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. ഇപ്പൊ എത്ര ജനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നോക്കണല്ലേ, നമ്മൾ നോക്കട്ടെ. ഞാനവിടെ വീഡിയോ ഇട്ട് പോകും തുടക്കൽ മീന് അതിൽക്കൂടെ സ്റ്റാൻഡ് ഒരുപാട് ആൾക്കാരെ. അത് ശരിക്കും നിങ്ങളെന്നല്ലോ 2 ഉണക്കൽ മീനൊക്കെ പൊന്തിച്ചിട്ടേ ഓണക്കൽ അങ്ങനല്ല, അതിന് എടുത്തുകാണ്ട് ഉണക്കൽ മീൻ കിട്ടിയതൊക്കെ ഞങ്ങൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി വരും, കുറച്ച് വ്ളോഗ് ആക്കി ഇടാന്ന് വിചാരിച്ചിട്ട്. യൂട്യൂബില് ശ്രദ്ധിക്കണില്ല അല്ലെ? യൂട്യൂബ് പണിയാണ്. അങ്ങനല്ല, ഈ ഇൻസ്റ്റീന്ന് പ്രൊമോഷൻ കിട്ടി പൈസ നല്ലോ കിട്ടിയിട്ട് യൂട്യൂബിന്ന് വരുമ്പോ അങ്ങനെയാണല്ലോ. ഞാൻ ഈ പൈസ കിട്ടിയാലും ഞാൻ പൈസക്ക് മോഹിക്കുന്ന ഒരു പെണ്ണല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയോണ്ട് എന്റെ മുന്നിൽ ഇന്ന് ഒരാൾ കൈ നീട്ടുകയാണെങ്കിൽ
മനസ്സറിഞ്ഞിട്ട് ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അതിനൊരു അംശം ഇന്നും ഞാൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനാണ് ഇന്ന് ഞാൻ ഇത്രയും വയ്യാതെ ഇന്നതില് പറയുകയാണെങ്കിലേ യൂട്യൂബിന്റെ വലിയൊരാളായിട്ട് ഞാന് കൊണ്ടുവരുന്നേന് നമ്മളെ എന്തേനിപ്പോ ഓരോ പേരേ കിട്ടുന്നില്ല. നിക്കോളോഗ് അറിയോ, പാവപ്പെട്ടവർക്ക് വീട് കാര്യങ്ങള് ഒരു സർപ്രൈസ്. അപ്പൊ ഞാന് ഇവരെ കണ്ടാൽ തന്നെ എനിക്കും അങ്ങനെ കാര്യം ഉണ്ടായിന്. അപ്പൊ ഇങ്ങനെ ചെയ്തു കൊടുക്കണം, കാരണം ഞമ്മക്ക് എന്തെങ്കിലും അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ സഹായിക്കണം എന്നൊക്കെ ഉള്ള ഞാൻ ഇതില് അന്നാട്ടോ ഞാനത് പറഞ്ഞ. യൂട്യൂബ് ഇറങ്ങി കുറെ കഴിഞ്ഞാൽ എനിക്ക് ആളെ കിട്ടിയത്. അപ്പൊ ആളിനോട് ചോദിച്ചു എന്താണ് ഇത് ഉദ്ദേശിക്കണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ചെയ്യണത് കണ്ടിട്ടാണ് നമ്മള് അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോയതേന് ഇങ്ങനെ പാവപ്പെട്ടേക്ക്. അപ്പൊ പറഞ്ഞു ഹാർഡ് വർക്ക് നല്ലോണം ചെയ്തോ, നമ്മളത് ചെയ്യണില്ല. ഡെയിലി വീഡിയോ ഇട്ടോ. എന്റെ വീഡിയോ ചിലപ്പോ ഒരാൾ കാണാണ്ടാവുള്ളൂ, ചിലപ്പോ ഇജിട്ട് ഇജന്നെ കാണാണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എന്റെ വീട്ടിലത്തെ ആരെയും കാണണ്ടോ. അതിൽ ഇജ് നിർത്തരുത്, ഡെയിലി വീഡിയോ ഇടുക ചെയ്യുക. അത് ചെയ്യുമ്പോ മേലക്കെത്തുമ്പോ ഇങ്ങനത്തൊക്കെ കാണുന്ന ആളുണ്ടല്ലോ, അപ്പൊ റെഡി ആവും. അപ്പൊ കിട്ടുമ്പോ ഇജ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. അവനാന്റെ കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യണം. നമ്മള് പട്ടിണി കിടന്നാണ്ട് ഒരാൾക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളതിന്റെ കൂടെ ഇതാവണം. എന്നിട്ട് അവർക്ക് അങ്ങനത്തെ ചെയ്യുമ്പോ അങ്ങനെ കേറിക്കോളും, ഉഷാറാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പടച്ചോൻ കണ്ടതാണ് ഇന്ന് സംഭവന്റെ ഹാപ്പിനെസ്. ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്ര ഹാപ്പിനെസ് ആയിട്ടിരിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. ഒരുപാട് ആൾക്കാരെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരും, എങ്ങനെ ഇങ്ങനെ എത്തി, ഇതിന്റെ പിന്നിലുള്ള കഥകള്. അപ്പൊ പെണ്ണുങ്ങള് മാത്രമായിട്ടല്ല കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ വീഡിയോ ചെയ്യാൻ നമ്മള് കാരണം പറഞ്ഞ ഈ വ്രതം നോറ്റ് അങ്ങനെ വന്നുകൊണ്ടുള്ള, പിന്നെ നമ്മൾ അടുത്തൊരു അറിയുന്ന ആളാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരാളാണ്. പെട്ടെന്ന് കിട്ടുന്നില്ല, ഇത് പറഞ്ഞില്ല. ഇതിപ്പോ പെട്ടെന്ന് കട്ടയക്ക ഇപ്പം കണ്ടു അവിടെ വെയിറ്റ് ചെയ്ത് കണ്ടിക്കാണ്. അപ്പൊ അങ്ങനത്തെ ഇതിന് സ്വപ്നങ്ങൾ കണ്ടിട്ട് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നെയ്ത്, അതായത് സ്വപ്നങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ ഈ ഹാപ്പിനെസ്. ഇപ്പൊ 34K ആയി. എത്രയാണ് ആഗ്രഹം? 1 മില്യൺ ആഗ്രഹം. ടിക്ടോക്കിലേക്ക് 2 മില്യൺ ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലേക്ക് 1 മില്യൺ ആഗ്രഹമൊന്നുമില്ല, എന്നാലും ഒരു 50K അല്ലെങ്കിൽ 100K. എനിക്ക് അത്ര ഒന്നും ആഗ്രഹമില്ല, എനിക്കൊരു 10K അത്രേ ഉള്ളൂ. എനിക്ക് ഫോളോവേഴ്സ് കുറെ വേണമെന്നില്ല, എനിക്ക് വ്യൂസ് അറിയാതെ ലൈക്കൊന്നും വേണമെന്നില്ല. പക്ഷെ നമ്മളെ അംഗീകരിച്ച്, അതായത് ഇന്നെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുകൾ, ഇന്നും ജാസ്മിനെ കളിയാക്കുന്ന ആൾക്കാരുകൾ നമ്മുടെ ഫാമിലിയിലും പുറത്തും. പിന്നെ വേറെ ഒന്നുണ്ടോ, കുറെ ആൾക്കാർ ചെയ്യണുണ്ടല്ലോ ഫോളോവേഴ്സ് ഒക്കെ, അതൊക്കെ പൈസ കൊടുത്താണ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഇതിലൊക്കെ ഉള്ളതെന്ന് വെച്ചാല് നമ്മളെ സ്നേഹിച്ച അത്ര ആൾക്കാർ. എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താ ഫോളോവേഴ്സ് കയറാത്ത പോലെ. ഞാൻ പറഞ്ഞു നമ്മളിതിപ്പോ എല്ലാരും ചെയ്യണം. ഇപ്പൊ നമ്മളൊക്കെ ചിലരോട് ചോദിച്ചാൽ ഒരു ഫോണക്കും നിൽക്കും, അങ്ങനെ എടുക്കും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മളതായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇനി ഇത് കാണുന്ന ആൾക്കാരെ പിച്ചു എല്ലാവരും വയ്ക്കാണ്ട് ഫോളോ ചെയ്തോളിട്ടോ. തങ്കുവിനെ ഇനി ഫോളോ ചെയ്യാനോ എടുക്കാം. ഡെയിലി അങ്ങനെ കേറി പോവാണ്. എന്താ വെച്ചാൽ എല്ലാരും വരുന്നത് ഇഷ്ടമാണ്, നമ്മളെ സ്നേഹിക്കുക. ഞാൻ സ്നേഹം മാത്രം കൊതിക്കുന്നുള്ളൂ, എന്റെ അങ്ങപ്പുറത്തേക്ക് വേറൊരു ലോകമല്ല. എല്ലാവരും സ്നേഹിക്കണം, നമ്മളെല്ലാരും നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് പോകണം. എനിക്ക് സ്നേഹം അത്യാവശ്യമാണ്. ഈ ഭൂമിയിലേക്ക് നല്ല സുഖമുണ്ട്, മാഷാഅല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ പറയണം, ചോദിക്കണം. അതേപോലെ ദൈവത്തിന്റെ അടുത്ത് എത്തിയാലും നല്ല സുഖജീവിതം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണ്. അത് എല്ലാരും അങ്ങനെ തന്നെ അല്ലേ, അല്ലാതെ അവിടെ ഇവിടെ ഇറങ്ങിച്ചു അവിടെ ഇറങ്ങിച്ചു ഇവിടേക്ക് നല്ല സുഖമാണ്. അതേ സുഖത്തിൽ ദൈവത്തിനടുത്തും കിട്ടണം. അപ്പൊ നമുക്ക് നന്മകൾ അതിൽ ചെയ്യാൻ കഴിയണം. അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതെ, സപ്പോർട്ട് എല്ലാരും എന്താ വെച്ചാല് ഈ വലിയ വലിയ ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്താ പറയാം. നമ്മൾ ഈ വളർന്നു വരുന്ന ആൾക്കാരൊക്കെ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ സംഭവം ഒരുപാട് സ്ഥലത്തേക്ക് പോയി. ഞങ്ങൾക്ക് എന്താ ശാന്തി ഭവനിൽ പോയി കൂടെ. ആദ്യം ഞാൻ ചോദിക്കാന്ന്, പിന്നെ കുറെ പള്ളിയില് പോയോണ്ട് പിന്നെ അതിന് കുറെ കുറ്റം പറഞ്ഞേ. കാരണം ഇപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ പള്ളിയിൽ പോയി നിങ്ങൾ വീഡിയോ ഇട്ടു, അമ്പലത്തൊക്കെ പോയ ആ വീഡിയോ ഇട്ടു, പക്ഷെ എത്രങ്ങാനും ആൾക്കാരവിടെ വരുന്നുണ്ട്. പിന്നെ ഓല് വീഡിയോ ഇടണില്ലാന്നുള്ളൂ. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ചെയ്യുമ്പോ വലിയ പ്രശ്നമാണെന്നുള്ളൂ. അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ എത്രങ്ങാനും ഉണ്ട്. പറശ്ശിനിക്കട പോയ മുസ്ലിംസിനെ കാണാം, ഗുരുവായൂർ പോയ മുസ്ലിംസിനെ കാണാം. ഇപ്പൊ നമ്മളവിടുന്ന് പിന്നെ ഈ മലക്കൊക്കെ പോവല്ലോ നമ്മളെ നാട്ടിൽ നിന്ന്. അന്നിപ്പോ ഈ ഡ്രൈവർമാര് എത്ര ആൾക്കാർ മുസ്ലിങ്ങൾ പോയിട്ടുണ്ട്, നമ്മളെ വിളിച്ചോണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളറിയില്ലേ, ഞാനില്ല എനിക്ക് പറ്റൂല അറിയില്ലേ. ഇതിനൊക്കെ എല്ലാരും ഉണ്ട്. മൈൻഡിന്റെ പ്രശ്നമാണ്. അത് ഓരോരുത്തരെ ഒരു ഇതല്ലേ. സീനായോണ്ട് നിൽക്കണം. പക്ഷെ ഞാനെന്ന് പറഞ്ഞാല് ഞാൻ കേട്ടും കണ്ടും വളർന്നത് മമ്പുറത്ത് തങ്ങൾ പാപ്പാന്റെ ഇതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അത്. മമ്പറല്ല, അമ്പലല്ല, പള്ളിയല്ല, ക്രിസ്ത്യൻ പള്ളി, എല്ലായിടത്തും ഞാൻ പോകും. ഞാൻ ജാതി മതം നോക്കലില്ല, എല്ലാരും നമ്മള് ഇപ്പൊ എന്റെ കൂടെ പണിയെടുക്കുന്ന ആൾക്കാർ തന്നെ, ഞാന് കുറെ മുന്നേ പണിയെടുത്തോ എന്റെ അവസ്ഥ പറയാട്ടോ. ഓൻ ഇതേമാതിരി PSC ഒക്കെ പോണ ആളാണ്. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ അതേമാതിരി മമ്പറം പോകണം പറഞ്ഞപ്പോ പറഞ്ഞു ഞാനും പോരുണ്ടായിരുന്നു. അപ്പൊ എന്തിനാ എന്റെ പെന്നെ ഇതാക്കാനാണ്. അത് ഓരോരുത്തരുടെ വിശ്വാസം. അതില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ഓൻ അവിടെ വന്നു, പക്ഷെ ഓൻ ആ പള്ളിയില് മാത്രല്ല ഓന്റെ അമ്പലത്തിലും പോയിക്കണേ. കാരണം അത് ഓന്റെ വിശ്വാസം.
അതിലാണ് നമ്മള് പോനോട് ഇത് പോരാൻ പറ്റില്ല ഞങ്ങള് പറഞ്ഞെടുത്തു പോര് നമ്മളെ ഫ്രണ്ട് നമ്മള് പോയിട്ടു പക്ഷെ ഇങ്ങക്കൊരു സ്ഥലമുണ്ട് ഞമ്മക്കൊരു സ്ഥലമുണ്ട് നിങ്ങളെ പോയിക്കോളി നമ്മളെ ഇതില് അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ മമ്പറത്തിന്റെ അടുത്തുള്ള ഒരു കാക്ക ഗൾഫിലാണ് ഒരേ ഫാമിലിക്ക് എന്നോട് നോമ്പ് തുറക്കാൻ പോകാൻ പറഞ്ഞു. മമ്പറത്ത് പോകുമ്പോ ഈ പോയിക്കോ അല്ലെങ്കിൽ എന്നാണ് ഈ മമ്പറത്ത് പോണ വഴി പോണത് അവിടെ പോയിട്ട് വീട്ടിലേക്ക് പോകണം ഗൾഫിൽ നിന്ന് വിളിച്ച് പറഞ്ഞതാണ്. നമ്പർ തന്നിട്ടുണ്ട്, ഫോണിൽ സേവ് ആണ്. അവിടെ അടുത്ത് ഞാൻ വേറൊരു ചേച്ചിക്കും വേണ്ടിയിട്ടും വേറൊരു താത്താക്കും വേണ്ടിട്ട് മമ്പറത്ത് പോകുന്നുണ്ട്. എന്നാ ഡേറ്റ് ഉറപ്പിച്ചിട്ടില്ല. ഇന്ന ക്ഷണിച്ചതാണ് കൂടെ കാണാണെന്നുണ്ടെങ്കില് വരും. ഞാൻ വരും. പക്ഷെ വേറെ ഒന്നും ഉണ്ട് കേട്ടോ, ഇനി ഇത് വീഡിയോ എന്നാ വരിക നിങ്ങള് പോണില്ല അപ്പൊ കുറ്റം പറയരുത്. ഇവിടെ അടുത്ത് ഞാൻ അജ്മീർ അല്ല എന്താണ് ഏർവാടി 2-3 പ്രാവശ്യം പോവാൻ കഴിഞ്ഞു. അന്നേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ വിഷുവിന്റെ മുന്നേ ആയിട്ട് അജ്മീർ പോവാനാണ് അജ്മീർ പോയിനോ? എന്റെ വീട്ടില് കൊറേ ആയിക്കണ് ഉമ്മ പറയലോ പോവാൻ ആഗ്രഹം. അജ്മീർ എങ്ങനെ പോയിന്? ട്രെയിനോ? ട്രെയിനിലെ പോയി 50,000 റുപ്യ പൊട്ടിച്ച് ഞാൻ പോയി. അല്ല അങ്ങനെ ഒന്നായിട്ട് കറങ്ങി അങ്ങനെ കറങ്ങി ട്രെയിൻ തന്നെയാണ് സുഖം അല്ലെ? അതിന് വേറെ ഒന്നുണ്ട്, ഇനി ഞങ്ങക്ക് ധൈര്യം ഉണ്ടാവും. ഈ യൂട്യൂബ് ഉണ്ടായ വേറെ പ്രശ്നം തടിയോണ്ട് വയ്ക്കോന്ന് അറിയില്ല. ഞാൻ ഏർവാടി വിഷുവിന്റെ മുന്നേ പോകും ഇൻഷാല്ലാ. എന്റെ സ്വപ്നാണ്. ഒരുപാട് നാളായിട്ട് ഞാൻ അങ്ങോട്ട് പോവാൻ ആഗ്രഹിച്ചിട്ട് അവിടെ എത്തിയിട്ടില്ല. ഭീമാപള്ളിയിൽ പോയിട്ടുണ്ട്, അജ്മീർ പോയിട്ടുണ്ട്, ഡൽഹി പോയിട്ടുണ്ട്, പിന്നെ തിരുവനന്തപുരം എല്ലാ അമ്പലത്തിലും പോയിട്ടുണ്ട്. ഞാൻ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ആഗ്രഹിച്ചതായിരുന്നു. ഈ വർഷമാണ് എനിക്ക് നേടാൻ കഴിഞ്ഞത്. നമ്മൾ ആഗ്രഹിച്ചാല് കിട്ടും. ഇതിനൊക്കെ ഫണ്ട് ഇവിടുന്ന് ചേട്ടൻ തരുമോ? ചേട്ടൻ തരുന്നത് അല്ല പ്രൊമോഷന്റെ വേറെ ഉണ്ട്. ഓക്കെ, എന്നാലും ചേട്ടന്റെ ഭാഗത്തുനിന്ന് ചേട്ടൻ തരും. ചേട്ടനാ കുപ്പാക്കീസോടെ കൊടുത്തു. ഇത് അതാണ് നമ്മളെ വീട്ടിൽ 500 റുപ്യ പറയും. നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കൂടതല്ലേ. പിന്നെ അങ്ങനെ പോവാനൊക്കെ തരും. പിന്നെ ആരെങ്കിലും പിന്നെ എന്താണ് ഓരോരുത്തരിപ്പം അതായത് പൈസ ചോദിക്കില്ല, ഫ്രണ്ട്സ് ഒക്കെ പൈസ ചോദിക്കുമ്പോ അതിനൊക്കെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡ് നല്ലൊരു ചാരിറ്റി പ്രവർത്തകനാണ്. ഹസ്ബൻഡ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും നമ്മളെ വീട്ടില് വേറെ ആരെങ്കിലും വന്ന് നല്ല ഭക്ഷണം എടുത്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളാണ് എന്നെ അങ്ങനെ ആക്കിയത്. ഞാനുണ്ടല്ലോ ₹1 എനിക്ക് ആർക്കെങ്കിലും കൊടുക്കണ ഇഷ്ടമല്ല. ഇപ്പൊ ആരെങ്കിലും കൈ നീട്ടി വരുമ്പോ ₹1 കൊടുക്കണ ഇഷ്ടമല്ല. ഞാൻ ഭക്ഷണം കാരണം ഇതിന്റെ വേർത്ത് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവര് ഇങ്ങനെ വരുന്നതും വേറെ ആൾക്കാരെ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ എടുക്കണം. അപ്പൊ ഞാൻ ആർക്കും ഉണ്ടല്ലോ, എനിക്ക് ഭക്ഷണം വേണോ ഞാൻ അത്ര വാങ്ങി കൊടുക്കും. പൈസ ഞാൻ തരൂല അറിയാം. എന്റെ വീട്ടിൽ വരാണെങ്കിലും ഞങ്ങൾ പറയണതാണ്, നിങ്ങള് പെണ്ണുങ്ങള് പല കോലത്തിലും ആൾക്കാർ വരും. അപ്പൊ എന്തേലും വേണം ഭക്ഷണം അവിടെ പുറത്ത് വെച്ചെടുത്താണ്ട് വാതിലുള്ള കൂറ്റിടാ ഒരു കഴിച്ചു പോയിക്കോട്ടെ. പണ്ടത്തെ കാലത്തൊക്കെ ഇവിടൊക്കെ പറഞ്ഞാല് ഓരോരുത്തർ വരുമ്പോ നമ്മളെ വീട്ടിലേക്ക് ആൾക്കാരെ പറഞ്ഞേക്കും. പക്ഷെ ആ അച്ഛപ്പ വരലില്ല, മരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അവിടെ പോയ ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കൈ നീട്ടാൻ വരുന്നോല് പിന്നെ പൈസക്കായിട്ട് വരുന്ന ആൾക്കാര് വേറെ, ചിലർക്ക് ഭക്ഷണം കൊടുത്താൽ മാണ്ടാരെ. അപ്പത്തൊക്കെ പൈസക്കായിട്ട് ആർക്കും കൊടുക്കല്ല. അതാണ് അങ്ങനത്തെ കുറെ ഒരുപാട് ആൾക്കാരുണ്ട്. ഭക്ഷണം സഹിക്കാൻ കഴിയാത്തതാണെങ്കിൽ ഒരു പക്ഷെ നമ്മള് കൊടുത്തു പോകും. കണ്ടിട്ടും കാണാൻ അങ്ങനുണ്ട്. പക്ഷെ അത് നമുക്ക് വേറെ അറിയാം. അതെ, ചിലര് പറഞ്ഞ് കറുത്തിട്ടാണ് അന്നെ കാണാൻ ചൊക്കില്ല, മറ്റതില്ല, മറിച്ചതില്ല, ജാസ് കുട്ടിയാണ് അവളെ കാണാൻ ചൊക്കില്ല. പിന്നെ പത്തൊക്കെ പറഞ്ഞേക്കാറോ മമ്മൂട്ടിന്റെ ക്ലാവറല്ലേ? അതെ, ഞാൻ അറിയാമാത്തവനാണെങ്കിൽ ാണ്. അതൊക്കെ പോട്ടെ, എന്നാലും ദൈവം ഞമ്മക്ക് കണ്ണ് വരണ്ടോടത്ത് കണ്ണ്, മൂക്ക് വരണ്ടോടത്ത് മൂക്ക്, വായ വരണ്ടോടത്ത് വായ, ഇത്രയും നല്ല ആരോഗ്യം അതിനിങ്ങനെ കാണലല്ലോ ആൾക്കാരെ മനസ്സിലല്ലേ ഇതൊക്കെ കാണുന്നതിന് മുന്നിൽ കാണുമ്പോ നമ്മളൊക്കെ എത്ര സ്വർഗത്തില. എന്തിനാ ചൊർക്ക്, എന്തിനാ പൗറ്. ഇപ്പൊ കൊറേ തൊലിയൊക്കെ നിറണ്ടായി ചൊർക്കുണ്ടായി, 4 ആൾക്കാര് നോക്കുന്നുള്ളൂ. എപ്പോഴും നമ്മളെ നോക്കണില്ലേ? പിന്നെ ഇപ്പൊ സംഘം പോയി കഴിഞ്ഞാൽ ആരെ വിളിക്കാത്ത. അതെ, അപ്പൊ സംഘം ഇങ്ങനെ പോവാണെങ്കിൽ ഇങ്ങനെ പോകുന്നത്. ഇന്നൊക്കെ ഞങ്ങളിപ്പോ പോയപ്പോ എത്ര ആൾക്കാരാ, വയസ്സന്നോലും പ്രായമുള്ളവരും ചെറിയ കുട്ടികളും ചാത്തന്മാരും എല്ലാരും സംഭവം വേറെ രസമാണ്. ഇപ്പൊ ഞമ്മളന്നെ കുറച്ച് ആൾക്കാരുള്ളൂ ഞമ്മതിലൊക്കെ. എന്നാലും എങ്ങനെ ചോദിച്ചപ്പോ നിങ്ങളെ യൂട്യൂബിനൊക്കെല്ലേ അതൊന്നും ചെയ്യാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ കുത്തിരുന്നത് കണ്ടാൽ മതിയാവും ചില ആൾക്ക് ഒരു ആണ്ടെടുത്ത് കുത്തിരിക്കുന്നുണ്ട്. ഇതും തെറ്റാണ്. ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോഴേ വീഡിയോയില് കാണുമ്പോ നമ്മൾ രണ്ടാളും മാത്രമേ. ഇപ്പൊ ഇവിടെ ഉള്ള ആരൊക്കെ ഉണ്ടെന്ന് പറയലേ. അത് പറയാൻ ഇതുപോലെ വീഡിയോ എടുത്ത് ഞാൻ പാടത്ത് ഞാനും സുധീർക്കാം വീട്ടിലത്തെ സുധീർക്കാം ഞങ്ങളെ വീഡിയോ ക്യാമറന്റെ അപ്പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങള് സുധീർക്കും പിന്നെ എന്താണ് റീൽ ഭ്രാന്തനാണ്, എന്നെ പോലെ തന്നെയാണ്. ഞാനൊരു ഭ്രാന്തിയാണല്ലോ. അങ്ങനെ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ എന്റെ ഫാമിലിയിൽ സുധീർക്കാന്റെ ഫാമിലി ഇല്ലാത്ത പ്രശ്നങ്ങൾ നാട്ടുകാർക്ക്. നിങ്ങൾ രണ്ടാളും മാത്രം പാടത്ത് കൂടെ പായേ പാടത്തോട് പാഞ്ഞിപ്പോ എന്താണ് ക്യാമറന്റെ പുറകിൽ കുറെ ആൾക്കാർ ഇനിയിപ്പൊ ഇല്ലെങ്കിൽ എന്താ. ഞമ്മക്ക് സുധീർക്ക ഏട്ടനാണ്, സുധീർക്കാക്ക് ഞാനൊരു അനിയത്തിയാണ്. അതിന്റെ അങ്ങേപ്പുറത്തേക്ക് നമ്മൾ ചിന്തിട്ടില്ല. നിങ്ങളിപ്പോ എന്റെ ഒരു അനിയനാണ്, അതിന്റെ അങ്ങേപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ആൾക്കാരെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇത് തമ്മില് കലഹം ഉണ്ടാക്കുന്നത് മനുഷ്യന്മാർ തന്നെയാണ്.
ഈ കുത്തിരിക്കല് കണ്ട വമ്പ പ്രശ്നം കൂടെ ആള് നടന്നെതിരെ ആണ്ടെടുത്ത് കുത്തിരിക്കും. അതാണ് മനുഷ്യന്റെ മൈൻഡ് എന്ന് പറയാം. അത് മാത്രല്ല പറയാ. അപ്പൊ ഇനിയിപ്പോ അവിടെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഓനാ പ്രശ്നമില്ല, ഓനാ ഓന്റെ വയസ്സിന് കുഴപ്പമില്ല, ഓന്റെ ഫാമിലിക്ക് കുഴപ്പമില്ല, ഓന്റെ കൈനല്ലില്ല കേട്ടാ, ഓളെ കൈനല്ലില്ല. പക്ഷെ അത് പറയാന് വേറൊരു കാരണം പാടുണ്ട്. എന്തായിരുന്നു, ഇത് കുറെ ആൾക്കാര് ഈ അവസരങ്ങൾ മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാവൂലേ നമ്മള് പിന്നെ അങ്ങനെ അതൊരു അതാണ്, അതുകൊണ്ടാണ് അങ്ങനത്തെ ചിന്ത ഇല്ലല്ലോ. ഇപ്പൊ നമ്മള് പിന്നെ കൊറേ കഴിയണോണ്ടാവാം. കാരണം ഇപ്പത്തെ ആൾക്കാര്, ഇനിയിപ്പത്തെ ഒരു തലമുറനെ കുറ്റം പറയല്ലോ കേട്ടോ, ഇപ്പത്തെ ചില ആൾക്കാർക്കുള്ളത് എന്താന്നോ, ഈ പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് കേറും. അപ്പൊ കേറുമ്പോ ഒന്നും പാടെ ഇങ്ങനെ ഇങ്ങോട്ട് കുറച്ചുപാടെ ഇങ്ങനെ അതിനടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോ ഇതിങ്ങനെ കേറി. അപ്പൊ ഓല അത് മാത്രം നോക്കണേ, ഓല ഫ്യൂച്ചർ നോക്കണില്ല. അത് നോക്കാൻ ഭയങ്കര പ്രശ്നമാണ്. ഇതിപ്പോ നമ്മള് പോണത് ഞമ്മക്കറിയാലോ. ഇപ്പൊ ഞമ്മക്ക് ഇതുമാതിരി ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ നിങ്ങളെ കിട്ടിയപ്പോ ഞമ്മക്ക് എങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്നല്ലേ, ആ ഗ്രൂപ്പിൽ നിന്ന് കണ്ട് നമ്മളെ വീഡിയോസ് കണ്ട് അങ്ങനെ നമ്മള് ഇഷ്ടപ്പെട്ട്, നമ്മക്ക് അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും. പക്ഷെ അപ്പൊ നമ്മളെ ഇഷ്ടപ്പെട്ട കുറച്ച് നല്ല കുറെ വ്യക്തികളുണ്ട്. അപ്പൊ ഞാൻ നാളെ ഇതേമാതിരി ഈ ബാനന്റെ വരേക്ക് പോയി. അത് ചെറിയ റീൽസ് ആയിട്ട് എടുത്തിട്ടുള്ളൂ, ഫുള്ള് വീഡിയോ ഒന്നും ഉണ്ടില്ല. അങ്ങനെ ഞാൻ വേറെ ആവശ്യത്തിന് പോയപ്പോ അങ്ങനെ കണ്ട് വീഡിയോ ഒക്കെ എടുത്താ. അപ്പൊ കുറെ ആൾക്കാർക്ക് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാൻ മെയിൻ ആയിട്ട് കാരണം, അപ്പൊ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു എനിക്ക് പറ്റൂട്ടോ, അത് അങ്ങനെ നോക്കിക്കൂടെ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്ത്, ഞാൻ ഇങ്ങനെ പിടിച്ചു ഗൈസ് ഇത് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാട്ടിലും നല്ലത് എനിക്ക് ഇതാണെന്ന് എന്റെ മെയിനിക്ക് വന്നു. അപ്പൊ ഇങ്ങനെ ആകുമ്പോ ഒരു രസല്ലേ. എനിക്കിങ്ങനെ അല്ലെങ്കിലും സംസാരിക്കാൻ ഇങ്ങനെ ബളബളായിട്ട് സംസാരിക്കും. പക്ഷെ മുണ്ടാക്കണെങ്കിൽ ഞാൻ മുണ്ടാതെ വെക്കും, വെയിറ്റേക്കില്ല. ആ വീട്ടിലൊക്കെ എപ്പോഴും പറയാം എനിക്ക് രണ്ട് സ്വഭാവം അല്ലേ. ഇനിയിപ്പോ പറയാനേ ഒരുപാട് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കുറച്ചും പാടെ നമ്മൾക്ക് നിർത്തലേ. എന്നിട്ട് അടുത്തൊരു ഇതില് ഇനിയിപ്പോ കാര്യമായിട്ട് ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്താ അറിയാനുള്ളത്? നിങ്ങള് ജാസുവിനെ സംഗുവിനെ അറിഞ്ഞിടത്തോളം ജാസുവിനെ അറിഞ്ഞു. അത് രണ്ടാളും പാടാണല്ലോ വീഡിയോയില്. ജാസുവിനെ ഇൻസ്റ്റഗ്രാമ് പ്രൈവറ്റ് ആയി പോസ്റ്റ് ചെയ്യില്ല. അവള് നല്ല ചീത്ത അറിയും, അതായത് നെഗറ്റീവ് കമന്റ് കൊളുത്ത് വെട്ടാൻ വേണ്ടിട്ട് മറ്റേ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ കൊറേ ചെരി എന്തൊക്കെ ഇപ്പൊ ഇന്നൊരു കമന്റ് കണ്ടോ, പിന്നെ ഓള് പരിങ്ങി പോയി അരീക്കോടുന്ന് കണ്ടപ്പോ. പക്ഷെ ആള് പാവാണ്. അതിപ്പോ വീഡിയോയില് അത് ഞാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ചിലർക്ക് വേറെന്നുണ്ടേ, ക്യാമറ ഓൺ ആക്കിയാലേ ഒരു വേറെ കോലത്തേക്ക് വരും. ഞാനൊക്കെ പെട്ടാണ്. ഇപ്പൊ നമ്മളന്നാ മീറ്റപ്പിലൊക്കെ ഞാൻ കൊറേ ആൾക്കാരെ പൂച്ചകള അടിയിടലടി കൊറേ ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടോ. ഒരു ക്യാമറ നോക്കുമ്പോ വരത്ത നമ്മള് നാലാളി ക്യാമറ ഓണാക്കുമ്പോ നമ്മളിങ്ങനെ ആവുകയാണ്. പക്ഷെ അത് ഇങ്ങനെ വരണോ, പക്ഷെ നമ്മളൊന്നും പാടെ ഇങ്ങനെ വരാണ്ട്, നമ്മളെപ്പോഴും വരാണ്ട്. നമ്മളെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ ഇരിക്കാണ്. ഞാൻ ചോദിക്കട്ടെ, വീഡിയോയില് കാണുന്ന സംഘവും നേരിൽ കാണുന്ന സംഘവും ഒരുപാട് പ്രാവശ്യങ്ങൾ കണ്ടല്ലോ. വീഡിയോയില് കാണുന്ന സംഘം അതാ ഞാൻ പറയാൻ വന്നിന്. വീഡിയോയില് കാണുന്ന സംഘം ഫിൽറ്ററാണ്, മേക്കപ്പാണ്. ഇവിടെ സംഘു അപ്പൊ ഇനി ആൾക്കാർ ഇങ്ങനെ പോകുമ്പോ നിങ്ങളെ ആൾക്കാർ ആരെയും കണ്ടിട്ട് വിളിച്ചില്ല എന്ന് പറയണ്ട. അതെന്താ വെച്ചാ വീഡിയോയില് മേക്കപ്പ് ഫിൽറ്റർ ഒക്കെ ഇട്ടപ്പോഴേ എന്നാലും മനസ്സിലാവില്ലേ? ഇത്രയും ഫിൽറ്റർ ഇത്രയും വെളുപ്പിച്ചിട്ട് ഞങ്ങളെ മനസ്സിൽ ഇപ്പൊ ഞങ്ങൾ കർണാടകപ്പനെ വെറ്റിലപ്പാറ വഴിയൊക്കെ പോയപ്പോ ഒരുപാട് ആൾക്കാരെ വിളിച്ചു. വണ്ടി ഞാൻ വേറെ വരട്ടോ, അതില് പൊട്ടിയൊന്നുമില്ല, അതില് കാണുന്ന മാതിരി തന്നെ. ഐഫോണല്ലേ, നല്ല പവറല്ലേ. അതിനാണ് ഐഫോൺ എടുത്തില്ലേ, കുറച്ചുകൂടെ ചൊർക്ക് വേണ്ടാന്ന് പറയും. അതില് നിറം കൂട്ടി ചേച്ചി കൊടുക്കും. ഫ്രണ്ട് ക്യാമറ മാത്രമേ അതെന്താ വെച്ചാ അവനാനെ കാണുന്നുണ്ട്. ഇപ്പൊ ആരും എന്താ വെച്ചാല് എല്ലാരും ഫ്രണ്ട് ക്യാമറ ഒഴിവാക്കും. കാരണം ഫ്രണ്ട് ക്യാമറനായിട്ട് ക്ലാരിറ്റി ബാക്കിൽ വയ്ക്കാല് പിന്നെ എതിർക്കൊണ്ടിന്റെ ആഗ്രഹം കുറച്ച് അവനാണ് സംതൃപ്തി, അതാണല്ലോ നോക്കുക. അതിപ്പോ എങ്ങനെയാലും ഇനിയിപ്പൊ ആരും നമ്മള് ചെറുക്കില്ലെങ്കിലും നമ്മളൊന്നും കണ്ണാടിന്റെ മുന്നേ നോക്കിയാണ്ട് അതേ നമ്മളൊക്കെ എപ്പോഴും കച്ചറ കൂടുന്നതല്ലേ. ഞാനിപ്പോ നമ്മളെ കുടുംബത്തിൽ പറഞ്ഞ നാറല്ലെങ്കിൽ ഞാനെന്താ പറയേ, ഇന്നോടത്തേലും പറയാം നാറല്ലെങ്കിൽ എന്താ ചൊറുക്ക് നമ്മളെ കുടുംബത്തിൽ ആരാണ് വെച്ചാ ഞാൻ അവിടെ കണ്ടെടുത്തിട്ടു. പിന്നെ ഇപ്പൊ എന്താ വെച്ചാ എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതില്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ. അത് സന്തോഷം മാത്രമുള്ള ആളാണെങ്കിൽ ഓന് പിരാന്തകാരം, സങ്കടം മാത്രമുള്ള ഓന് പിരാന്തകാരം. അതങ്ങനെ തന്നെ ഏതെല്ലാം ആൾക്കാരൊക്കെ ഡാൻസ് എന്താണ് അപ്പങ്ങളമ്പാടും ചുട്ടമ്മായി ഇറങ്ങണ്ടോ.
കുറെ ആൾക്കാർ പറഞ്ഞ മെന്റലി ആണ് എന്താണ് ഗുളിക കൊടുക്കുക. അത് ഞങ്ങള് ഹാപ്പിനെസ് ആണ്. എല്ലാം വേണ്ടേ, കളി വേണം, തമാശ വേണം, അത് അതിലും വേറൊന്നുണ്ട്. ഇനി അതിലേറെ നല്ല ചുരുക്കുള്ള ആൾക്കാരെ ചെയ്യുകയാണെങ്കിൽ അത് നല്ല അടിപൊളിയാകാരം. 23 കയറ്റി ആയിട്ടുണ്ടോന്നുണ്ട് ആ വീഡിയോ കേറിനെ. എന്നിട്ട് കേറിക്കിട് കുറ്റം പറയും ചെയ്യും കേറണുണ്ട്. അതേ പറഞ്ഞത്, കുറ്റം പറയുന്ന ആൾക്കാര് നമ്മളെന്താന്നോ, നമ്മളിങ്ങനെ ആൾക്കാര് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു നല്ല സാധനത്തിന് എപ്പോഴും കുറ്റം പറയാനുണ്ടാവും. അത് മനസ്സിലാക്കില്ല ഞങ്ങള്. ഞാൻ അങ്ങനെ വെച്ചില്ല, ഞാൻ എല്ലാവരോടും പറയാം. ഇന്നത്തേലും പറയുമ്പോ പറഞ്ഞോളി അറിയില്ല, കാരണം നമ്മള് നല്ലതായിട്ടാണ് നമ്മള് കുറ്റം പറയണേ. ട്രാൻസ്ജെൻഡർ ആണോ ചോദിച്ചാണ്ട് ഒരുപാട് ആ ഞാൻ വീഡിയോ ഇന്നലെ ഇട്ടീന വീഡിയോ രാത്രി ഇട്ട തോന്നുന്നുണ്ട്. അത് ഞാൻ കണ്ടിരുന്ന വീഡിയോ. എന്റെ കണ്ണന്റെ മുന്നിൽ ഓളിനോട് ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിൽ പെരുമാറിയിട്ടില്ല. പിന്നെ ഓള് ലെസ്ബിയൻ എന്നുള്ള രീതിയിൽ ഓളിനോട് പെരുമാറിയിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ ട്രാൻസ്ജെൻഡർ ആണോ ലെസ്ബിയൻ ഉത്തരം പറഞ്ഞു. അത് കാണുന്ന നിങ്ങളെ കണ്ണനാണ് കുഴപ്പം, ആൾക്കാർക്ക് അതല്ല. ആൾക്കാർക്ക് ഇത് ഓളെടുത്ത വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാൻ വയ്യ. ഓളിനോട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ ഓളെ പോലെ ഞാനും കൂടി ആവാൻ പാടില്ലല്ലോ. ഓള് പറയുന്ന സംസാര രീതി പക്ഷെ ഞമ്മക്ക് ചെയ്യാൻ പാടില്ല. സമൂഹം കാണും, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് കാണും. ആള് ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കത്തന്നോ. എന്തെങ്കിലും ആരെങ്കിലും കമന്റ് പറഞ്ഞാൽ നല്ല തെറി പറയും അല്ലേ? അത് ഞാൻ ആ വീഡിയോസ് കണ്ടപ്പോ, ഇന്ന് ഞാൻ വീഡിയോസ് കണ്ടിട്ടോ. കുറച്ചും പാടെ നിങ്ങളെ കുറിച്ച് ഒന്നും പാടെ പഠിക്കണല്ലോ, എങ്ങനെ എന്താണെന്നല്ല. അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് പാടെ ഞാൻ ആദ്യത്തെ വീഡിയോസ് കണ്ടില്ല, നമ്മളിപ്പോഴുള്ള ഇത് ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ചുള്ള വീഡിയോ കണ്ട്. അപ്പൊ ഞാൻ കുറച്ചും പാടെ ഇങ്ങനെ ഒരു ഒഴിവിട്ടിയപ്പോ ഇങ്ങനെ കുറച്ച് കണ്ടിട്ടോ. അപ്പൊ ഞാൻ കുറെ ഇങ്ങനെ തീർച്ചു ആ ആളെങ്ങനെ നോക്കി. അപ്പൊ ഞാൻ ആ ജാസുവിനെ ഇങ്ങനെ നോക്കി. അപ്പൊ എനിക്ക് ജാസു ആണോ മേന്, സംഘം ആണോ മേന്. അടുത്ത കോള്, അടുത്ത വിളി വരെ. അപ്പൊ ജാസുനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, സംഘുനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, സംഘുനെ വെറുക്കുന്ന ആൾക്കാരുണ്ട്, ജാസുനെ വെറുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എങ്ങനെയാലും നിങ്ങൾ രണ്ടാൾക്കുമ്പോഴാണ് ആ കോംബോ അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതല്ല. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറയണം, പിന്നെ അയിമ പിടിച്ച് കയറിയിട്ട് ഇങ്ങനെ പറയണം. ചിലപ്പോ ജാസു ഞാൻ അങ്ങനെ പറയുമ്പോ ഇങ്ങനെ പറയണം കേട്ടോ, ഞാൻ പറഞ്ഞു കൊടുക്കോക്ക്, അങ്ങനെ ചെയ്യുന്നതാണ്. എല്ലാം പ്ലാൻ പണിതാ ചെയ്യണം. പ്ലാൻ ചെയ്തിട്ടല്ല പൊതുവെ ചെയ്യല്. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ട്രാൻസ്ജെൻഡറിന്റെ വർത്തമാനം പറഞ്ഞില്ലേ, അപ്പൊ അത് എന്നോട് കുറെ ആൾക്കാർ വിളിച്ച് പറഞ്ഞതാണ്, എന്നോട് ചോദിച്ചതാണ്. അതിനെന്താന്നോ അതിന് പ്രതികരിക്കാക്ക, ഞങ്ങൾ ഇവിടെ കണ്ടന്റ് ആവുമല്ലോ. അതാണ് അതേ പറഞ്ഞ ഈ കമന്റ് ഒന്നും ഓഫ് ആക്കിയിടണ്ട. കമന്റ് ഒക്കെ അടിച്ചു കയറിക്കോട്ടെ, നമുക്ക് ചിലപ്പോ കണ്ടന്റ് ഇല്ലാതെ ഇന്നിങ്ങനെ ഇരിക്കും. എന്നിപ്പോ നിങ്ങളെ വീഡിയോ ഇടണം, ഇന്നിപ്പോ എന്താ പിന്നെ കണ്ടന്റ് ഇടുക, ഒന്നും കിട്ടാല്ല. അപ്പൊ കമന്റ് തുറക്കുക, അങ്ങനത്തെ വീഡിയോ ആണ് ഞങ്ങൾ അപ്പൊ കമന്റ് തുറക്കുക, കമന്റിന് കൊടുക്കുക. അങ്ങനത്തെ കാണാൻ ആൾക്കാര്, പിന്നെ അടിച്ചു കയറുകയാണേ അതിന് ആൾക്കാര്. അപ്പൊ അടുത്തിനിങ്ങനെ ഞാൻ അങ്ങനെ ആലോചിച്ചില്ലാത്തോ, ഒരു ഫേക്ക് അക്കൗണ്ട് ഇട്ടാണ് ഞമ്മതിക്കന്നെ അങ്ങനെ ഇട്ടാണ്ട് അങ്ങനൊക്കെ റീച്ച് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെയാണ് പോലെ പരിപാടിയൊക്കെ. പക്ഷെ വീട്ടിൽ നിന്ന് എപ്പോഴും ചീത്ത ഇങ്ങനെ ചീത്ത പറയരുത് സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇതിന്റെ കൂടുതൽ അതും വേണ്ട, നല്ല കുറച്ചൊക്കെ രസം വേണ്ടേ, ആ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരിക്കലും ജാസു ട്രാൻസ്ജെൻഡർ അല്ല, ഞങ്ങൾ ഒരിക്കലും ലെസ്ബിയൻ അല്ല. കേൾക്കണതേ നട്ടപ്രാന്താണ്. പക്ഷെ എല്ലാം മനുഷ്യർ, അതെ എല്ലാരും മനുഷ്യരാണ്. ലെസ്ബിയൻ ഉള്ളവർക്ക് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവൂലേ? നമുക്കത് ആവശ്യത്തിന് ഹസ്ബൻഡ് ഉണ്ട്, 3 മക്കളുണ്ട്, നല്ലൊരു കുടുംബം ഉണ്ട്. പിന്നെ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യം ഇന്നില്ല. ജാസുവിന് അതെ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യം ഇന്നില്ല. എന്തായാലും നല്ല രീതിയിൽ ജീവിക്കാനും ഒരു ഭാവിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. നല്ലൊരു കുടുംബം, എല്ലാരും സന്തോഷത്തിലാണോ? അതെ, ജാസു ആഗ്രഹിക്കുന്ന പോലെ. ഇപ്പൊ ഇവലെ നിങ്ങളെ കമന്റിലൊക്കെ ഇങ്ങനെ അറിയിക്കണേ നിങ്ങളെ സന്തോഷത്തിലാണ്. അപ്പൊ ഞമ്മക്ക് ഇങ്ങനെ സന്തോഷം വരെ വെച്ചാല് നമ്മളെ ഫോളോ ചെയ്താണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് സന്തോഷം. കമന്റ് കിട്ടോളി, എത്ര ഇട്ടോട്ടെ. അതിനും സമയം നമുക്കില്ല. നമുക്ക് നമ്മളെ വീഡിയോ കണ്ടിക്കാനും സമയമുള്ളൂ. ഞാൻ പറയാം എപ്പോഴും എന്നെ സ്നേഹിക്കാണേ. ജാസു സംഭവം മെസ്സേജ് കണ്ടോ തന്നെ ഇതാണോ അപ്പൊ കൊടുക്കണോ അറിഞ്ഞോണ്ടോ അവിടുന്ന്. അപ്പൊ ആണോ ജാസു അത് വേണോ, ഞാൻ നോക്കട്ടെ എന്താ നോക്കട്ടെ, പ്ലാൻ ചെയ്യാ. അപ്പോഴും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഓളെ സ്നേഹിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ പോണത്. അപ്പൊ ഏതായാലും ഒരുപാട് നേരായി അല്ലെ, ഇനി കുറെ കാര്യങ്ങളൊക്കെ പറയാം. ഇത് ഇതിന്റെ മുന്നേ പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഇതില് കൂടുതലായിട്ട് പറഞ്ഞ ജാസുവിനെ തന്നെ. അപ്പൊ ഇനിയിപ്പോ ജാസുവിനെ ജാസുവിനെ കൊണ്ടുവരും. അപ്പൊ അത് പറയണ്ട, ജാസു വരൂല. ഓളെ ഇപ്പൊ വീഡിയോയില് കാണുന്നത് പറഞ്ഞാല് എന്റെ കൂടെ നിൽക്കാനാണ് ഓക്കെ ഇഷ്ടം. ഓക്ക് ഇപ്പൊ എന്റെ വേറെ ആള് വീഡിയോ ചെയ്യണതൊന്നും ഓക്ക് ഇഷ്ടമല്ല. ഇനി അങ്ങനെ കാണാൻ ആഗ്രഹമുള്ളവര് സംഘു ചേച്ചിനെ കാണുമ്പോ ജാസു ഉണ്ടെങ്കിൽ അപ്പൊ കാണാൻ ഞങ്ങൾ കോഴിക്കോട് പോയപ്പോ ഒരുപാട് ഫാൻസിനെ കണ്ടു. അത്രയും അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ കമന്റിൽ എങ്ങനെ, അല്ലെങ്കിൽ നമ്മളെ കമന്റിൽ ജാസുവിനെ പറ്റി ചോദിച്ചില്ല. നമ്മളുടെ ഇട്ടിട്ട് വലിയ കാര്യമില്ല. എങ്ങനെ പോയിക്കാണ്ട് കമന്റിൽ എങ്ങനെ കോഴിക്കോട് ഞങ്ങൾ പോയി പെരുന്നാൾ പിറ്റേന്ന്. അത്രയും ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളെ തിരിച്ചറിഞ്ഞു. അപ്പൊ സംഘുവോ ജാസോ എവിടെ, ജാസോ മുന്നിൽ ഞാൻ ബാക്കില്ല. സംഘു എന്നെ വിളിക്കുന്നത് അവിടെ അറിയില്ല ജാസോ. അപ്പൊ ഞാൻ ജാസോ എന്നെ വിളിക്കുന്നുണ്ട് ഇവിടെ, ചോള് മൈൻഡ് ചെയ്യുന്നില്ല.
ആടെന്ന് വിളിച്ചോട്ടെ എനിക്ക് പതിനൊഴിവില്ല. അല്ല ഞാനും ഫസ്റ്റ് കണ്ടപ്പോ നിങ്ങളെ പിന്നെ തൊണോടെ നല്ല ചോദിച്ചു അന്ന് ആ ഷൂട്ടിന് കണ്ടതെന്ന് വെച്ചാൽ ഓളപ്പൊ ഇന്നപ്പുള്ള ഒരു രീതിയിൽ അവള് ചിലപ്പോ നിങ്ങള് ചിലപ്പോ മുണ്ടും ചെയ്യും. ഓളെ മൈൻഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല, ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. ഓരോ നേരത്തെ ഓരോ സ്വഭാവമല്ലേ നമുക്ക് എല്ലാവർക്കും. ഷോക്കൊക്കെ വേണ്ടിട്ട് സംഘോട് വെയിറ്റ് ചെയ്യണ്ട. എല്ലാ സംശയങ്ങളും സംഘോട് പറഞ്ഞോളൂ, സംഘം പറഞ്ഞുതരാം അല്ലേ. അപ്പൊ ഏതായാലും ഇത്രയൊക്കെ നമുക്ക് നിർത്തല്ലേ. ഇനിയിപ്പോ കൊറേ പറയാനുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സംഘു കഹാനിന്റെ വിശേഷങ്ങള് അല്ലെ. ഒരുപാട് സന്തോഷം വീട്ടിലേക്ക് ഇങ്ങനെ വന്നതില്. അപ്പൊ ഞങ്ങളിങ്ങനെ തെരഞ്ഞെങ്ങനെ വന്നു. ഫസ്റ്റ് ഇങ്ങനെ ഒരാളെ കിട്ടട്ടെ എന്ന് കരുതി. നിങ്ങക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങള് സംഘുവിനെ നമ്മളെ വീഡിയോ എന്നൊക്കെ നിങ്ങള് കമന്റിൽ അറിയിക്കുക. എന്നിട്ട് ഞങ്ങളെ രണ്ടാളെയും അല്ലെ, ഒരാളെ മാത്രല്ല ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇവിടേക്കും സപ്പോർട്ട് തരി. ഇവിടെ ഫോളോ ചെയ്യാൻ അപ്പൊ ഇൻസ്റ്റയിൽ അതേമാതിരി പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടാളെയും വിളിച്ചോളി. ഇല്ല നമ്മള് അങ്ങനെ പ്രൊമോഷൻ നമ്മള് ഇതുവരെയായിട്ട് അങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളും അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഒന്നാമത് നമ്മളെ വിളിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് താല്പര്യമുണ്ട്. അല്ല തുടക്കത്തിലൊക്കെ എല്ലാരും അങ്ങോട്ട് പോയി ചോദിച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പോയിട്ടില്ല, അതിന് വേണമെന്നുണ്ട് ഈ ആണുങ്ങളെ ചോദിച്ചു പോന്നെ വേണം, അല്ലെങ്കിൽ അത്ര ഇത് വേണം. അപ്പൊ നമ്മളതിനൊന്നും നിന്നിട്ടില്ല. അപ്പൊ ആൾക്ക് താല്പര്യം. പക്ഷെ വേറെ നമ്മള് പറഞ്ഞുതരാ, നമ്മളെ മെയിനിൽ കുറെ കണ്ടന്റുകൾ ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കൊരു നമ്മളെ സാഹചര്യം എങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മള് ചെയ്യും. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞേ ഇത് നമ്മളെ പറഞ്ഞുതരാ, പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചേ പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്താ വീഡിയോ. ഞാൻ ഇപ്പൊ ഇനി പോസ്റ്റ് ചെയ്യും, ഇൻസ്റ്റയില് ഞാൻ ഇടണം കരുതിയാ, എന്നാലും എന്തെങ്കിലും പറയാം. പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്താ വീഡിയോ, പെരുന്നാൾ കഴിഞ്ഞാൽ അടിപൊളിയാക്കും. അപ്പൊ മറ്റേ പറ ഇജ് കൊളുത്തും പറയാത്തില്ല, ഇജ് വലത്തും, ഇതൊന്നും ഉണ്ടാക്കൂല. അപ്പൊ ഇജ്ജത്ത് എങ്ങനെ പറയണു ചോദിച്ചു. അപ്പൊ പറയാം ഇതിന്റെ മുന്നേ എത്രട്ടം പറഞ്ഞാണ് വീഡിയോയിലെന്നെ പറഞ്ഞേ അടുത്ത അടിപൊളിയാക്കും, അടുത്ത അടിപൊളിയാക്കും. ഞാൻ പറഞ്ഞു നമ്മളെ സാഹചര്യം അപ്പൊ ഇതിനിങ്ങനെ നമുക്ക് നമ്മളെ കുടുംബം നോക്കണ്ടേ. ഇത് നമ്മളെ ഹാപ്പിനെസ് നോക്കുമ്പോ നമ്മള് ഓല ഹാപ്പിനെസ് നോക്കണം. അപ്പൊ രണ്ടും പാടെ അങ്ങനെ പോവാണ്. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചു വീഡിയോ ചെയ്താണ്ട് ഇങ്ങനെ കുത്തിരിക്കുന്ന സമയം കാണുന്നു. പക്ഷെ അതിനൊക്കെ ഒരുപാട് ഹാപ്പിനെസ്സിലുപരി അതേപോലെ ഒരുപാട് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. അതിന് കുറച്ച് വരുമാനം. ഇപ്പൊ ഞാൻ ജോലിക്ക് പോകണില്ല, എന്നാലും ആ പ്രൊമോഷൻ അതന്നെ പറഞ്ഞ എന്താ എനിക്ക് കിട്ടണ വെച്ചാൽ ഇന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അതിനേക്കാളൊക്കെ സന്തോഷം കിട്ടും. അതല്ലേ കണ്ട എല്ലാരും പോയി കണ്ട് തുടങ്ങണ്ട, എല്ലാവർക്കും കിട്ടില്ല. ഇപ്പൊ എനിക്ക് കിട്ടണില്ല, ഇവിടെ കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടണില്ല. പക്ഷെ നമ്മളത് നമ്മളെ യൂട്യൂബ് ആണെങ്കിലും മോണിറ്റൈസ് ആയ ചാനലാണ്, നമുക്ക് കിട്ടൽ തുടങ്ങിയിട്ടില്ല. ആവും ഒരു നാൾ, അങ്ങനെയാണല്ലോ. അതെ, ഞാൻ ഒരുപാട് പണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഇങ്ങനെ കാണുമ്പോ പ്രൊമോഷൻ കിട്ടുമ്പോ ഒരു പക്ഷെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടാവാം എന്നാണ് ഇതിങ്ങനെ ആവുക, നാലാളടേന്ന് തിരിച്ചറിയാം. അന്നൊക്കെ കളിയാക്കല് കുറ്റപ്പെടുത്തല് കൈയടിക്കാൻ തുടങ്ങി. ഒരുപാട് സന്തോഷമാണ്. നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് പ്രൊമോഷൻ ചെയ്തത്. അരീക്കോട് എന്റെ അയൽപക്കത്ത് 2-3 പ്രൊമോഷൻ ഞാൻ ചെയ്തു. കളിയാക്കിയോലെ മുന്നിൽ കൂടെ കയ്യടി നേടി ഞാൻ പോയപ്പോ ഒരുപാട് സന്തോഷമായി. അപ്പൊ ആൾക്കാർക്ക് വെറുതെ ചെയ്യാണോ, വെറുതെ എല്ലാ പൈസക്ക് തന്നെയാണ് പ്രൊമോഷൻ ചെയ്തതും ഇവിടെ എത്തിയതും. വലിയ ചാർജ് ഒന്നും ഇല്ല, വലിയ ചാർജ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ അവരുടെ പൈസ പറഞ്ഞ് വാങ്ങിയിട്ടില്ല, എല്ലാരും ഓരോ സന്തോഷത്തിന് തരുന്നു. നമ്മള് ഇപ്പൊ ഞാന് ഒരു വീഡിയോ ചെയ്തപ്പോ എന്നോട് ചോദിച്ചു എത്ര പിന്നെ ഫോളോവേഴ്സ് കയറും, എത്ര വ്യൂസ് കയറും. ഒരിക്കലും പറയാൻ പറ്റില്ല. ചില വീഡിയോസ് അങ്ങനെ അടിച്ചു കയറും, ചിലപ്പോ താഴ്ന്നു പോകും. അത് നമ്മൾ പറയാം, നമുക്ക് നമ്മൾ ചെയ്യണത് മാക്സിമം നമുക്ക് ചെയ്തു തരാം, അത്രേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മളോട് കഴിയണൊക്കെ നമ്മൾ മാക്സിമം ചെയ്തു തരും. അത് നിങ്ങള് സന്തോഷാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ളൊരു ഇത് നിങ്ങൾ തരാ. അതല്ലാണ്ട് നമ്മൾ ഇത്ര കയറും പറഞ്ഞാണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് വാങ്ങാലോ. 1 മില്യൺ കയറും പറഞ്ഞാണ്ട് നമുക്ക് പൈസ കുറെ വാങ്ങിക്കാണ്ട് അല്ല അങ്ങനെ വാങ്ങിക്കാണ്ട് നമുക്ക് ആൾക്കാരെ കൊണ്ട് വെച്ച് ചെയ്യിപ്പിച്ചാണ്ട് അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ വെറുതെ ഒരു വീഡിയോ ഇട്ടിരുന്നൊരു സ്ഥാപനം പറയുന്നില്ല, വെറുതെ ഞാൻ ജസ്റ്റ് വീഡിയോ ഇട്ടിരുന്നു. ഞാൻ പോയപ്പോ ആ വീഡിയോ ഇട്ട് റീച്ചായി ഓര് ഇന്നെ വിളിച്ചിട്ട് നല്ലൊരു എമൗണ്ട് തന്നെ എനിക്ക് തന്നു. അതാ ചെരുപ്പല്ലേ? അല്ലല്ല, ചെരുപ്പല്ല. അല്ല, ഇപ്പഴൊന്നല്ല, ഞാൻ തുടങ്ങി 2ാമത്തതാ തോന്നുന്നുണ്ട്. ഇന്നെ വിളിച്ചു, ഒരു പരിപാടി വെച്ചു, പക്ഷെ ഒരു പബ്ലിക് ആക്കിയത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. നല്ലൊരു എമൗണ്ട് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടും. ഞാൻ തമാശക്ക് ഇതൊരു ഹാപ്പിനെസിന് വേണ്ടിട്ട് ഞാൻ നമ്മള് ഇതേമാതിരി എത്രങ്ങാനും ആൾക്കാരുടെ നമ്മൾ ചെയ്യണിച്ചാലോ ഇത് അങ്ങനെ കേറി പോണേ. പക്ഷെ നമ്മള് അല്ല, പക്ഷെ നമ്മളിഞ്ഞുണ്ടെങ്കിൽ നമ്മള് പ്രൊമോഷന് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിന് കഴിയണമെങ്കിൽ നമ്മൾ ചെയ്യും. നമുക്ക് പൈസ കിട്ടണമെങ്കിൽ വെറുതെ നമ്മളെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ കണ്ടോ റംസാനിന് കിട്ടിയ ഗിഫ്റ്റുകൾ കണ്ടേ അല്ലെ? അതൊക്കെ ഓരോരുത്തർ തന്നപ്പോ റംസാനിനൊക്കെ ഒരുപാട് ഗിഫ്റ്റുകളും പൈസകളൊക്കെ നമ്മളെ വീട്ടിൽ തന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മള് വിടണില്ല, വീഡിയോയില് വിടണില്ല പാടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് തന്നെ കിട്ടിയിട്ടുണ്ട്.
നോമ്പ് നോറ്റോണ്ട് നമ്മളെ വീട്ടിലേക്ക് തരി കൊണ്ടുവന്നിട്ടുണ്ട്, ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. രാവിലെ കൽത്തപ്പം, വെള്ളപ്പം, ഒരു കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. ഇതിനോട് പറഞ്ഞ ഒരു തന്നെയാണ് ഓരോരുത്തര് പറയുന്നത്. അത് വാങ്ങാൻ അർഹതപ്പെട്ടതല്ല, പക്ഷെ സന്തോഷത്തോടെ തരുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. എന്നാലും ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ ഞാൻ അറിയാതെ എന്റെ കയ്യിൽ പൈസ എത്തിപ്പെട്ടണമെങ്കിൽ എന്ന് കരുതിയിട്ട് റോഡ് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓലയും കൂടി ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഫുഡ് വാങ്ങി കൊടുക്കലുണ്ട്. കാരണം അറിയാതെ നമ്മളെ കയ്യിൽ ആരെങ്കിലും പൈസ പെട്ടണമെങ്കിൽ, നമുക്ക് നല്ലതിന് വേണ്ടിട്ട് തന്ന പൈസ ആണെങ്കിൽ ഓർക്കും കൂടി സംഘം പോകുമ്പോ ചോദിച്ചോണ്ടിട്ടോ കുറച്ച് സംഘം ഉണ്ടായാൽ അതെല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ കൊറേ നേരമായില്ലേ നമ്മള് ഇനി എങ്ങനെ പറഞ്ഞു പോയാൽ ചിലപ്പോ അങ്ങനെ ഇനി നല്ല ഒരു അടിപൊളി കാര്യങ്ങളും അടുത്തൊരു ഇതൊക്കെ ആയിട്ട് നമുക്ക് കുറെ കണ്ടന്റുകൾ നമുക്ക് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വരാം. അപ്പൊ ഇപ്പൊ ഒരുപാട് സമയമായി. അപ്പൊ ഇതുവരെ കണ്ട എല്ലാവർക്കും ഇനി സപ്പോർട്ട് ചെയ്യാന് നിങ്ങളോട് കഴിയണത്ര നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ. എല്ലാരും വീഡിയോസും ഞങ്ങളൊന്ന് വളർന്നു വരട്ടെ. വളർന്നു വന്നാലും സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. നമ്മള് എല്ലാരോടും ഒരേമാതിരി തന്നെ കാര്യം, നമ്മള് പഴയ കോലത്തിൽ തന്നെ കാര്യം. അപ്പൊ നിങ്ങള് എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം മാത്രം. ഇനി ഒരാളാണെങ്കിൽ ഒരാൾ നമ്മൾ കണ്ടാൽ നമ്മളതിൽ സന്തോഷാണ്. നമ്മക്കതാണ്. നമ്മളിപ്പോ ഇന്ന് വ്യൂസ് ഇല്ല, നമ്മള് തന്നെ അതില് ഡൗൺ ആയിട്ട് ഇരിക്കൂല. നമ്മള് നമ്മള് ഇറങ്ങിക്കണ്. ഇനി നമ്മള് ഇറങ്ങിക്കണ്. ഇനി മേടിച്ചോണ്ട നമ്മള് കണ്ടാലും കണ്ടാലും എപ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് വരിക. ഞങ്ങളിപ്പോ നിങ്ങൾ അറിഞ്ഞോളാം. അപ്പൊ ഞങ്ങളടുത്ത് വന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളെ വിളിക്കുക, സംഭവം വിളിക്കുക, അല്ലെങ്കിൽ അടുത്തേക്ക് വരിക, സംസാരിക്കുക. അതാണ്. അപ്പൊ അതൊരു വേറെ രസമാണ്. ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ല, വണ്ടിയിൽ നിന്നൊക്കെ സംഭവിച്ചെന്ന് ചാറ്റൊക്കെ തരുമ്പോ ഒരുപാട് സന്തോഷമാണ്. പിന്നെ ഒരു കാക്ക കണവടപ്പം ഒരു കാക്ക കാണുണ്ടാവും. എന്താണ് ലൈക്ക് അടിച്ചടിച്ചടിച്ചടിച്ച് കയ്യിന്റെ പേരില് തേഞ്ഞിട്ട് സംഭവം എന്ന് പറഞ്ഞു. മക്കളും സംഭവത്തിന്റെ ഫാനാണെന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോഴാണ് സന്തോഷം. ഒരുപാട് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും സംഭവം സ്നേഹിക്കണം. എല്ലാവർക്കും എന്താ പറയാ, ഒരുപാട് താങ്ക് യു. ഇനിയും ഇതേപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യുക. ബിച്ച് വ്ളോഗാണ്, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം. നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നുള്ള പ്രതീക്ഷയിൽ ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നിർത്തല്ലേ. അപ്പൊ ഞങ്ങള് ഇനി അടുത്ത ആരൊക്കെ വേണമെന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റിൽ ഇട്ടോളി. ഇനി നമ്മളെ ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോസും കാര്യങ്ങളും ഇതില് ഇൻസ്റ്റയിലൊക്കെ പിന്നെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാരെ ജീവിതം നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ, കുറെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റൂല, എന്നാലും കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മള് ഇനി വീണ്ടും വരും. അപ്പൊ എല്ലാരും സപ്പോർട്ടും അതാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടാം. ഇപ്പൊ ഇൻസ്റ്റയില് സംഘുവിന് സദ്യ ഗിവേ കൊടുത്താലേ ആൾക്കാര് കിട്ടണുള്ളൂ. അപ്പൊ ഞങ്ങള് ചർച്ച ഇങ്ങനെ നീണ്ടു പോകും. അതാണ് പറഞ്ഞത്, ഇതിന് ഇന്റർവ്യൂ അല്ല, പിന്നെ പോഡ്കാസ്റ്റ് അല്ല. ഇത് ഞങ്ങളൊരു വൈബിന് ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങള് ഇങ്ങനെ പറയുന്നുള്ള ഒരു ഇത് കണ്ടെത്തുന്നത്. അപ്പൊ ഏതായാലും ഞാൻ ടാറ്റ എടുക്കാല്ലേ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ ഇപ്പൊ എന്താണ് വരുന്നത്, വിഷു ആണ്. ഹാപ്പി വിഷു. ടാറ്റ, ബൈ ബൈ.